Namaste. I would like to greet you all. And today we are going to take BPAG 172 Block 3. Okay. Governance Emerging Perspectives. അതാണ് ബ്ലോക്കിന്റെ ഹെഡിങ്. Block 3 Governance Emerging Perspectives. Unit 7. ഏഴാമത്തെ യൂണിറ്റ് ആണ്. അന്ന് 6 വരെ എടുത്തിട്ടുണ്ട്. യൂണിറ്റ് 7 പറഞ്ഞിരിക്കുന്നത് ഗവേണൻസ് ചാലഞ്ചസ് ആൻഡ് ചേഞ്ചിങ് റോൾ ഓഫ് ബ്യൂറോക്രസി. ഗവേണൻസ് ചാലഞ്ചസ് ചേഞ്ചിങ് റോൾ ഓഫ് ബ്യൂറോക്രസി. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗവൺമെന്റും ഗവേണൻസും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ഓക്കെ, ഗവൺമെന്റ് നല്ലതാണെങ്കിലും ഗവേണൻസ് മോശമാണെച്ചാലോ അപ്പോൾ അത് അഫക്റ്റ് ചെയ്യും ജനങ്ങളെ പറ്റി. അതേ പ്രകാരം നമ്മുടെ മൾട്ടിനാഷണൽ കമ്പനി ആയിക്കോട്ടെ, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിക്കോട്ടെ, അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആയിക്കോട്ടെ, ഏതായിക്കോട്ടെ, അപ്പോൾ ഗവൺമെന്റും ഗവേണൻസും അതേമാതിരി ഗവേണൻസ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് യൂണിറ്റ് 7 ഗവേണൻസ് ചാലഞ്ചസ് ആൻഡ് ചേഞ്ചിങ് റോൾ ഓഫ് ബ്യൂറോക്രസി. പണ്ടത്തെ ബ്യൂറോക്രസി നമ്മളെ ഓട്ടോക്രാറ്റിക് വേ നമ്മൾ പ്രവർത്തിക്കാൻ ഇപ്പൊ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മോഡേണൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ ഇതൊക്കെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ബ്യൂറോക്രാറ്റിക് അല്ലെങ്കിൽ ലൈസൻസ് രാജൊക്കെ ഇല്ലേ പണ്ടത്തെ, അതൊന്നും പറ്റില്ല ഇപ്പോൾ. കാരണം എന്താണെന്ന് വെച്ചാൽ ജനങ്ങളുടെ, അതായത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, അതേമാതിരി ജനങ്ങളുടെ നീഡ്സ് ഇതെല്ലാം അംഗീകരിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ തന്നെ ഡിഫറെന്റ് വേണ്ടി വരും. അപ്പോൾ എന്നാലാണ് പ്രോപ്പറായിട്ട് നമുക്ക് ഗവേൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതില് കൺസെപ്റ്റ് ഓഫ് ഗവേണൻസ് ആണ്. എന്താ ഗവേണൻസ്? ജെനിസിസ്. ഓക്കെ, ഉത്ഭവം, ഗവേണൻസ് കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക്, ക്വാളിറ്റി ഓഫ് ഗവേണൻസ്, ചാലഞ്ചസ് ഓഫ് ഗവേണൻസ്, ചേഞ്ചിങ് റോൾ ഓഫ് ബ്യൂറോക്രസി. ഇതാണ് ഈ യൂണിറ്റിലെ മെയിൻ ഹെഡ്. കൺസെപ്റ്റ് ഓഫ് ഗവേണൻസ്, ജെനിസിസ്, ഗവേണൻസ് conceptual framework, quality of governance, challenges of governance, and changing role of bureaucracy. അത് നമുക്ക് പിന്നീട് വിശദീകരിച്ച് നമുക്ക് പറയാം. ഓക്കെ, നൗ the concept of governance, okay, had a long and distinguished pedigree. എന്താ വംശാവലി? ഓക്കെ, അതായത് വംശാവലി പറഞ്ഞാൽ പണ്ട് ഒറിജിൻ ഇത് വളരെയധികം വ്യത്യാസം ഉള്ള ചില ഇത്. ഫ്രം ദ ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ് ടു ദ മോഡേൺ നേഷൻ സ്റ്റേറ്റ്, പണ്ടത്തെയും ഇന്നത്തെയും തമ്മിലുള്ള ആ വ്യത്യാസങ്ങൾ. ഓക്കെ, ഗവേണൻസ് ഓർ ദ ആർട്ട് ഓഫ് ഗവേണിങ്. അത് ഈ ഗവേൺ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്. ഏത് വിധത്തിൽ നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നു അതനുസരിച്ചിരിക്കും. എല്ലാവർക്കും അതിനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. ഗവൺമെന്റ് എത്ര സ്ട്രോങ് ആയാലും ശരി, അത് ശരിക്കും പ്രോപ്പർ ഗവേൺ ചെയ്തിട്ടില്ല, ഫോളോ അപ്പ് ജനങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ, ഇപ്പൊ നോക്കിക്കോളൂ, ശ്രീലങ്കയിൽ മെജോറിറ്റിയിലാണ് ഭരണം ഉണ്ടായിരുന്നത്. ശരിക്കും പ്രസിഡന്റ് ഓഫ് ശ്രീലങ്ക, അദ്ദേഹത്തിന് ഹ്യൂജ് മെജോറിറ്റിയാണ് ഉണ്ടായിരുന്നത്. പോയി കണ്ടില്ലേ? അപ്പൊ ഗവേണൻസ് മോശമായ, ഞാൻ ഉദാഹരണം ഒരു കൺട്രി പറ്റിയിട്ടല്ല ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഹ്യൂജ് മെജോറിറ്റിയുള്ള ഒരു ഗവൺമെന്റ് അവര് കംപ്ലീറ്റ് പോയി. കാരണം ബാക്കിയൊന്നും നിങ്ങൾക്ക് അറിയേണ്ട, ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അവിടെ ഞാനൊരു ഉദാഹരണേ പറഞ്ഞത്. അതേമാതിരി നമ്മൾ ഗവേണൻസ് ശരിയല്ല എന്നുണ്ടെങ്കിൽ അവരുടെ എന്താ ബുദ്ധിമുട്ട്? പോവർട്ടി, എഡ്യൂക്കേഷൻ പറ്റില്ല, പെട്രോൾ ചാർജസ് ഇല്ല, കടങ്ങൾ വന്നിറക്കണം, അത് ചെയ്യാൻ പറ്റുന്നില്ല, കുട്ടികൾക്ക് ഒന്നും കോളേജിൽ പോകാൻ പറ്റുന്നില്ല, സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, ഡോക്ടർമാർക്ക്, നേഴ്സുമാർക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റുന്നില്ല. ഇതെല്ലാം ജനജീവിതം മറിച്ചു. ഞാൻ പറഞ്ഞില്ല, 1 കിലോ ഷുഗറിന് 900 rupees, 650 രൂപ. അതൊക്കെ ബാഡ് ഗവേണൻസ് ആണ്, മനസ്സിലായില്ലേ? അപ്പോ അങ്ങനെ. പക്ഷേ ഒരിക്കലും നമ്മളെ ഒരു ഭൂരിപക്ഷം ഉണ്ട് എന്ന് കരുതി അടിച്ചമർത്തരുത്. സിറ്റിസൺ ജനങ്ങളാണ് ഏറ്റവും വലുത്. അതാണ് മനസ്സിലാക്കേണ്ടത്. ലോകം നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. അതായത് എത്രത്തോളം മെജോറിറ്റി ആണ് അത് ഇമ്മെറ്റീരിയലാണ് കേട്ടോ. പക്ഷേ ആ ജനങ്ങളുടെ സപ്പോർട്ട് ഇല്ല എങ്കിൽ ആർക്കും നിലനിൽക്കാൻ പറ്റില്ല. ഉദാഹരണങ്ങൾ കണ്ടില്ലേ? എത്രയോ കണ്ടാൽ മതി, 4 പുറം നോക്കിയാൽ മതി. ഓക്കെ, ഇപ്പോ യു ഡോണ്ട് കോട്ട് ദ എക്സാമ്പിൾ ഓഫ് ചൈന. ചൈന ഇസ് നോട്ട് എ ഡെമോക്രാറ്റിക് കൺട്രി, മനസ്സിലായില്ലേ? നോർത്ത് കൊറിയ ഇസ് നോട്ട് എ ഡെമോക്രാറ്റിക് കൺട്രി, മനസ്സിലായില്ലേ? ഈവൻ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ ഇസ് നോട്ട് എ ഡെമോക്രാറ്റിക് കൺട്രി, മനസ്സിലായില്ലേ? നമ്മളെ മാതിരിയുള്ള
ഡെമോക്രാറ്റിക് കൺട്രി സ്ഥിതി ഞാൻ പറയുന്നത്. മറ്റുള്ളത് പിന്നെ ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ ഓഫ് ഫങ്ഷനിങ് ആണ് പലതും. ആർക്കും ചോദ്യം ചെയ്യാൻ പാടില്ല, ചോദിക്കാൻ പറ്റില്ല. കാരണം മനസ്സിലായില്ലേ? അപ്പോൾ ബാക്കി ഞാൻ പറയുന്നില്ല. കാരണം ഇത് യു സി യു വിൽ ഹാവ് യുവർ ഓൺ വ്യൂസ്. പക്ഷേ വാട്ട് ഐ എം ടെല്ലിങ് ജസ്റ്റ് മേക്ക് എ കമ്പാരിസൺ. പക്ഷെ നമ്മുടെ അങ്ങനെയല്ല, വളരെ നല്ല വിധത്തിലുള്ള ഭരണനീതികളും ഇന്ന് തന്നെ നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് വളരെ നല്ല വിധത്തിലുള്ള അറേഞ്ച്മെന്റോട് കൂടി നമ്മൾ എലക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് വൈസ് പ്രസിഡന്റ് എലക്ട് ചെയ്യുന്നു. മനസ്സിലായില്ലേ? 5 കൊല്ലം മുമ്പ് പ്രധാനമന്ത്രി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്റർ ആയിക്കോട്ടെ, MLA ഒക്കെ ഉണ്ടോ. ഗവേണൻസ് അങ്ങനെയാണ് പോകുന്നത്. പക്ഷെ ഏത് ഗവൺമെന്റ് ആയാലും വളരെ നല്ല ജുഡീഷ്യറി ആയിക്കോട്ടെ, എക്സിക്യൂട്ടീവ് ആയിക്കോട്ടെ, ലെജിസ്ലേറ്റീവ് അവനവൻ്റെ ഡ്യൂട്ടി ചെയ്യണം. പീപ്പിൾ ഓറിയന്റഡ് reforms are required to survive. Okay, so constant preoccupation for rulers and political philosophers. Okay, in the 1990 aid on donors and a range of international institutions, നമ്മുടെ UNOന്റെ കീഴിലുള്ള പല IMF, the Organization for Economic Cooperation and Development, OECD, Organization for Economic Cooperation and Development, and the United Nations Development Program, UNDP. നമുക്കറിയാം ഇന്ത്യയിൽ എത്രയോ അവരുടെ പ്രൊജക്റ്റ് ഉണ്ട്. ഫോർമലി അവർ പറയുന്നുണ്ട് എങ്ങനെയായിരിക്കണം ഗവേണൻസ് എന്ന്. മോശമായ ഒരു ഗവേണൻസ് എന്ന് വെച്ചാൽ അവർ ഒരു എയ്ഡും തരില്ല കേട്ടോ. അതിനെല്ലാം അക്കൗണ്ടബിൾ ആണ്. നമ്മൾ എങ്ങനെ ഫണ്ട് ഒന്നായിട്ട് പൈസ തരില്ല അവര്. ഓരോരോ പ്രൊജക്റ്റിനും അതിന്റെ റിവ്യൂ ചെയ്തതിന്റെ ശേഷം അത് നോക്കുള്ളൂ. ട്രൈബൽ ഇംപ്രൂവ്മെന്റ് അതിൽ എന്താ നിങ്ങൾ ചെയ്തതെന്ന് നോക്കും. സ്കൂൾ എഡ്യൂക്കേഷൻ്റെ ഇംപ്രൂവ്മെന്റിന് വേണ്ടി എന്താ നിങ്ങൾ ചെയ്തതെന്ന് നോക്കും. ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കും. പോപ്പുലേഷൻ കൺട്രോൾ, അതിന് നിങ്ങൾ എന്താ ചെയ്ത്, എങ്ങനെയാണ് അത് കൺട്രോൾ, സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ അതനുസരിച്ചിട്ട് പൈസ സാങ്ഷൻ ചെയ്യും. അപ്പൊ ഗവേണൻസിന്റെ ഈ ബേസിസിലാണ്. ഗവേണൻസ് പ്രോപ്പർ അല്ലെങ്കിൽ ഗ്രാന്റ് കൊടുക്കില്ല. ശ്രദ്ധിക്കണം, ആരും തിരിച്ചു കൊടുക്കും. അതാണ് ഇന്ന് നമ്മുടെ അടുത്ത നീബറായ ശ്രീലങ്ക ഫേസ് ചെയ്യുന്ന പ്രോബ്ലം, അഫ്ഗാനിസ്ഥാൻ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം. എഫക്റ്റീവ് ഗവേണൻസ് ഇല്ല എന്നെങ്കിൽ മറ്റുള്ളവരും ലോൺ കൊടുക്കാൻ പോലും മടിക്കും. കാരണം ഇതെങ്ങനെ തിരിച്ചു കിട്ടും? അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. ഇത് നമ്മളൊരു രാജ്യത്തിനല്ല കോട്ട് ചെയ്യണം. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അതേമാതിരി ഇത് ബാധകമാണ് ഇന്ത്യക്കും, നമ്മുടെ ഇന്ത്യൻ കമ്പനികൾക്കും, സ്റ്റേറ്റ് ഗവൺമെന്റിനും, എല്ലാത്തിനും ഇത് ബാധകമാണ്. എഫക്റ്റീവ് ഗവേണൻസ് ആൻഡ് വി ആർ ഓൾ റെസ്പോൺസിബിൾ ഫോർ ദ സൊസൈറ്റി. അത്രമാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, നൗ അടുത്ത് in this unit we shall orient you to various aspects pertaining to the concept of governance. പല കൺസെപ്റ്റ് നമ്മൾ ഗവേണൻസിന് നമ്മൾ എന്തെല്ലാം ചാലഞ്ചസ് ഉണ്ട്, എങ്ങനെയാണ് ഗവേൺ ചെയ്യേണ്ടത്, എക്സാമിൻ ചെയ്യുക, ചേഞ്ചിങ് റോളിനെ പറ്റിയിട്ട്, ബ്യൂറോക്രസിയെ പറ്റിയിട്ട്, പ്രസന്റ് എന്താ ഇന്നത്തെ സ്ഥിതി, എന്താണ് ഫ്യൂച്ചറിൽ വേണ്ടത്, എന്താ ഇന്നലത്തെ സ്ഥിതി. മറക്കരുത്, 5000 കൊല്ലം പഴക്കമുള്ള സിവിലൈസേഷൻ ആണ് ഇന്ത്യക്ക്. പക്ഷെ മറക്കരുത്, നമ്മൾ പണ്ടും അതെ നമ്മുടെ നല്ല നല്ല ഭരണാധികാരികൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ സിവിലൈസേഷൻ വളരെ ബ്യൂട്ടിഫുൾ ഇതാണ്, ലോകത്തിൽ തന്നെ പ്രസിദ്ധി ആർജിച്ചതാണ്. മറക്കരുത്, അന്നും അതെ എത്രയോ നല്ല നല്ല ഭരണാധികാരികൾ ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. ഇപ്പം മനസ്സിലായില്ലേ? അതൊക്കെ ഇതാ വരുന്നുണ്ട് ഓരോന്നോരോന്ന്. കൊച്ചു വരുന്നുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങളെ പുസ്തകത്തിൽ നിന്ന് മനസ്സിലായി. എല്ലാം കൂടി നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. യു ഷുഡ് റീഡ് ദ ബുക്സ് പ്രോപ്പർലി കേട്ടോ. അപ്പൊ അതുകൊണ്ട്, കാരണം ഈ നമ്മുടെ ഐ ഹാവ് സീൻ ദ ടെക്സ്റ്റ് ബുക്ക്. ഈ ടെക്സ്റ്റ് ബുക്കിൽ അവർ വളരെ നല്ല വിധത്തിലുള്ള കോഴ്സ് കണ്ടന്റ്സ് ഉണ്ട്. അതാണ് പ്രത്യേകത. നമ്മുടെ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയുള്ള പ്രത്യേകത. വളരെയധികം ആ കോഴ്സ് കണ്ടന്റ്സ് മോഡേൺ ആണ് കംപ്ലീറ്റ്. അപ്പൊ അത് അപ്ഡേറ്റഡ് ആണ് കംപ്ലീറ്റ്. അപ്പൊ അത് നിങ്ങൾക്ക് വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഈ വിഷയം ഈ സബ്ജക്റ്റ് ഒന്നും ചെറുതല്ല. കാരണം ഇത് നിങ്ങളിപ്പോ നാളെ ഇപ്പൊ എവിടെയെങ്കിലും പോയിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് സപ്പോസ് ഒരു എക്സിക്യൂട്ടീവ് എങ്ങനെ ഹൗ ടു കൺട്രോൾ. ഇപ്പൊ നിങ്ങൾക്കറിയാം, ബാങ്ക്, നാഷണലൈസ് ബാങ്ക് ഉണ്ട്, പ്രൈവറ്റ് ബാങ്ക് ഉണ്ട്, എല്ലാ ബാങ്കും ഉണ്ട് അല്ലേ. എന്താണ് ഇപ്പൊ ICICI ബാങ്ക് ലാർജസ്റ്റ്, അത് ബിഗസ്റ്റ് പ്രൈവറ്റ് ബാങ്ക് ആയിരുന്നു. അതിനെ ഓവർടേക്ക് ചെയ്തു മറ്റുള്ളവരെ. എന്തായാലും കാരണം ബാക്കി അത് ഞാൻ പറയുന്നില്ല എന്താണെന്ന്. കാരണം ലാക്ക് ഓഫ് കൺട്രോൾ, എഫക്റ്റീവ് കൺട്രോൾ, ആൻഡ് ദ ഈവൻ CEO വാസ് ആൾസോ ഇൻവോൾവ് സംവൺ. അപ്പൊ അതുകൊണ്ട് അതാണ് ഗവേണൻസ്. അതെങ്ങനെ ഭരിക്കണം അത് അറിഞ്ഞു. നേരെ മറിച്ച് HDFC, സെക്കൻഡ് പ്ലേസ് ഉള്ള HDFC, അവര് വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുന്ന ഓരോരോ ലോൺ ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, എല്ലാം അവരിപ്പോ നമ്പർ 1 എത്തി. എന്നൊക്കെയോ ഗവേണൻസിന് തമ്മിൽ വ്യത്യാസം ഉണ്ടാകും. ഇപ്പൊ ഞാൻ പറയുന്ന ഫ്യൂച്ചറിൽ എന്താ സംഭവിക്കുക നമുക്കറിയില്ല. ഇന്നത്തെ സ്ഥിതിയാണ് ഞാൻ പറയുന്നത്.
You should not forget that MBA and other things, there was a case study. അതായത് വുമൺ എംപവർമെന്റിൽ അതിൽ നമ്മൾ ആദ്യം കോട്ട് ചെയ്തിരുന്നത് നമ്മുടെ ICICയിലത്തെ സിഇഒനെ ആയിരുന്നു പണ്ട്. ആയിരുന്നു. ഇപ്പോഴും ഞാൻ ഇത് മോശമായിട്ടോ അല്ല അങ്ങനെയൊന്നല്ല കരുതുന്നത്, കാരണം പേപ്പറിൽ കാണാം, നമുക്കറിയില്ല. സോ വാട്ട് ഹാപ്പൻ നൗ അറ്റ് ദാറ്റ് ടൈം വെരി 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 കേസ് സ്റ്റഡിക്ക് പോലും നമ്മൾ അതിനെ അനലൈസിസ് ചെയ്യാവുന്നതും അവര് എത്രത്തോളം പോളിസി മേക്കിംഗിൽ ഇന്ത്യയുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒക്കെ അതിലൊക്കെ ഇൻവോൾവ് ആയിരുന്നവര്, മനസ്സിലായില്ലേ? അപ്പോ വുമൺ എംപവർമെന്റ് നമ്മള് വുമൺ ഇത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ ഒരാളുടെ പേരായിരുന്നു അത്, മനസ്സിലായില്ലേ? അപ്പൊ എന്താണ് പറയുന്നത്, അത് പിന്നെ അഫക്ട് ചെയ്ത ഗവേണൻസിന് ലേശം പ്രശ്നമായി. അതുകൊണ്ടാണ്, അല്ലാണ്ട് മറ്റുള്ളവർ മോശമാണെന്നല്ലല്ലോ പറയുന്നത്. അവരുടെ ചില സ്റ്റെപ്പ് തെറ്റായി ആയിരുന്നു, മനസ്സിലായില്ലേ? അതില് ഇങ്ങനെ അത് പ്രശ്നം വന്നു, അത്രേ ഉള്ളൂ. സോ ദ കൺസെപ്റ്റ് ഓഫ് ഗവേണൻസ് ഇതെന്നില്ല. ഞാൻ ഉദാഹരണം എന്താ തരാന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും പിന്നെ വായിക്കുമ്പോൾ മനസ്സിലാവാൻ. ദി കൺസെപ്റ്റ് ഓഫ് ഗവേണൻസ് ഇസ് നോട്ട് ന്യൂ ടു ഇന്ത്യ. ഞാൻ പറഞ്ഞില്ലേ, പുതിയതൊന്നല്ല ഇന്ത്യക്ക്. ഇനി ഞാൻ പറയട്ടെ, 400 BC ബിഫോർ ക്രൈസ്റ്റ് അർത്ഥശാസ്ത്ര ചാണക്യൻ, മനസ്സിലായില്ലേ? കൗടില്യ മറ്റേതൊക്കെ ഇല്ലേ അർത്ഥശാസ്ത്ര, അദ്ദേഹം ഇതിനെ നോക്കത്ര 400 BC. ഇപ്പൊ ഏതാ 2022 ഈവൻ അന്ന് 400 BCയില് നമ്മുടെ കൗട്ടില്യ പറഞ്ഞിട്ട് ഇന്ന് ഭരണത്തിനെ പറ്റിയിട്ട് എങ്ങനെയായിരിക്കണമെന്ന് വളരെ ക്ലബർ. ചാണക്യന് അതല്ലേ പേര് വന്നത്. എന്താണ് പില്ലേഴ്സ് ഓഫ് ആർട്ട് ഓഫ് ഗവേണൻസ്? ജസ്റ്റിസ് എങ്ങനെയായിരിക്കണം, എത്തിക്സ് എന്തായിരിക്കണം, ഓരോരോ പ്രൊഫഷണൽ എത്തിക്സ് എന്തായിരിക്കണം. ഇപ്പൊ നമുക്ക് കാണാലോ പല എത്തിക്സിനെ പറ്റിയിട്ട് ഓരോ കാര്യങ്ങൾ കാണാലോ. ഉദാഹരണങ്ങൾ ഞാൻ ഒന്നും കോട്ട് ചെയ്യുന്നില്ല, കാരണം എന്താ വെച്ചാൽ വളരെ പിന്നെ നിങ്ങൾ വായിക്കുക, നിങ്ങൾ മനസ്സിലാക്കുക. ജസ്റ്റിസ് ഞാനൊന്നും പറയില്ല, എത്തിക്സ് ഞാനൊന്നും പറയില്ല. എന്താ എത്തിക്സ്? മെഡിക്കൽ എത്തിക്സ്. ലോയർക്ക് ലോയറിന്റെ എത്തിക്സ് ഉണ്ട്, ഡോക്ടർക്ക് അതായത് ഡോക്ടറുടെ ജീവൻ നിലനിർത്തുക, അല്ലാണ്ട് ജീവനെ എടുക്കലല്ല. അതേമാതിരി ചാർട്ടേഡ് അക്കൗണ്ടന്റ് to prepare the accounts in a transparent way and to the entire satisfaction of the shareholders. മനസ്സിലായില്ലേ? ഇതിന് ഓരോരോ ഉദാഹരണത്തിന്റെ കാര്യം വേണമെന്ന് വെച്ചാൽ പറയാം. ആന്റി ഓട്ടോക്രാറ്റിക്, ഡെമോക്രാറ്റിക് ആയിരിക്കണം. ആന്റി ഓട്ടോക്രാറ്റിക് ആകുമ്പോൾ ആരും, ഗവൺമെന്റ് ആയിക്കോട്ടെ കോർപ്പറേറ്റ് ആയിക്കോട്ടെ, വർക്ക് ചെയ്യാൻ പറ്റില്ല ഓട്ടോക്രാറ്റിക് ആയ. അത് വളരെ വളരെ ഷോർട്ട് ലൈഫ് ആയിരിക്കും. ഇനിയിപ്പോ ഞാൻ ഈ മൂന്നെണ്ണത്തിന്റെ ഉദാഹരണം വേണമെന്നുണ്ടെങ്കിൽ പറയാം. ജസ്റ്റിസിനെ പറ്റി ഞാൻ പറയില്ല, കാരണം അത് ജസ്റ്റിസ് എന്ന് പറയുന്നത് നമ്മളെ ദർ ഈസ് കൺസിഡറബിൾ ഡിലേ. എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മൾ ആരെയും കുറ്റം പറയില്ല. കൺസിഡറബിൾ ഡിലേ, അതിന് പല കാരണങ്ങളുണ്ട്. കാരണം നമുക്ക് പലതുണ്ട്. ചെറിയ കോടതിയിൽ നിന്ന് അപ്പീൽ പോവാൻ മറ്റേ കോടതിയിലേക്ക്, അവിടെ നിന്ന് പോവാൻ മറ്റേ കോടതിയിലേക്ക്, അങ്ങനെ 10, 20, 25, 26, 30 കൊല്ലമൊക്കെ അങ്ങനെ ചില സമയത്ത് പോകുന്ന എത്രയോ കേസുകളുണ്ട്. അതേമാതിരി നമ്മുടെ ഇന്ത്യയിലെ അനവധി കേസസ് ആണ് ഓരോ കോടതിയിൽ പെൻഡിങ്, അനവധി ഓരോരോ കോടതിയിലും പെൻഡിങ്. പക്ഷേ ഓർക്കണം, നമ്മുടെ തേർഡ് പില്ലർ, നമ്മുടെ എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റീവ്, ജുഡീഷ്യറി, മൂന്നാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് റോളും കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊട്ടക്ഷനും എല്ലാവരും ചെയ്യുന്നത്. പക്ഷെ അതിൽ ചിലപ്പോൾ ചില സമയത്ത് അവരുടെ ചിലപ്പോൾ ഡിസിഷനിൽ ചിലപ്പോൾ നമുക്ക് ഐഡിയ അത് ചിലപ്പോൾ ഇതുണ്ടാവും. അത് നമ്മൾ വി ഷുഡ് ടേക്ക് ഇൻ എ പ്രോപ്പർ വേ ആൻഡ് വി ഷുഡ് അപ്രൈസ്, വി ഷുഡ് ടേക്ക് അപ്പ്. ദാറ്റ് ഈസ് ദ തിങ്, നോട്ട് ബൈ accusing or blaming or. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ പറയണത്, നമ്മുടെ ജഡ്ജ്മെന്റിനെ ചില സമയത്ത് നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാം. അതായത് നമ്മളെ ഡെമോക്രസിയാണ്, പക്ഷെ ജഡ്ജിനെ ക്രിട്ടിസൈസ് ചെയ്യരുത്, മനസ്സിലായില്ലേ? അയാള് ജഡ്ജ്മെന്റ് തരുന്നത് അയാൾ ന്യൂട്രലായിട്ടാണ്. അപ്പൊ ചിലപ്പോൾ ജഡ്ജ്മെന്റിൽ ചില സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ഉണ്ടായിരിക്കും, നമുക്ക് ഇഷ്ടപ്പെടും, മറ്റുള്ളവർക്ക് അത് ഇഷ്ടപ്പെടാതെ വരും, മനസ്സിലായില്ലേ? അപ്പോൾ ജഡ്ജ്മെന്റിനെ നമുക്ക് ഇത് ചെയ്യാം, ചിലപ്പോൾ ക്രിട്ടിസൈസ് ചെയ്യുക, അതൊക്കെ ഡെമോക്രസി അല്ലേ ചില സമയത്ത്. പക്ഷെ ജഡ്ജിനെ നമ്മൾ പേഴ്സണലായിട്ട് പാടില്ല. അപ്പോ അതൊന്ന്. അപ്പൊ ജസ്റ്റിസിനെ ഞാൻ ഒന്ന് ഡിലേ, പിന്നെ അതൊന്ന്. പിന്നെ നമ്മള് ചില കേസസിലെല്ലാം നമ്മള് ഡിസിഷൻ എടുക്കുന്ന കൺസിഡറബിൾ ഓരോരോ കാര്യങ്ങളിൽ ചിലപ്പോൾ ലേറ്റ് ആവുന്നുണ്ട്. അതിന് കാരണങ്ങളുണ്ട്. അനവധി വേക്കൻസി ഫില്ല് ചെയ്യാൻ കിടക്കുന്നുണ്ട് ഹൈക്കോടതിയിലും ജൂനിയർ കോർട്ടിലും ഒക്കെ. സുപ്രീം കോടതി ഏകദേശം വേക്കൻസികളെല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്, പക്ഷെ മറ്റുള്ള കോർട്ടുകളെല്ലാം എത്രയോ
ജഡ്ജിമാര് ബാക്കി അത് കാരണം ഇറ്റ് ഈസ് എ ലോങ് പ്രോസസ്. അങ്ങനെ പെട്ടെന്ന് കൊണ്ടിട്ട് ജഡ്ജിനെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് റെക്കമെൻഡേഷൻ വേണം, അവരുടെ ക്വാളിഫിക്കേഷൻ, ഇന്റഗ്രിറ്റി, ബിയോണ്ട് ഇതായിരിക്കണം, ഇതൊക്കെ നോക്കിയിട്ട് അതാണ് സമയം എടുക്കുന്നത്. അപ്പൊ അങ്ങനെ ടൈം എടുക്കും. അപ്പോഴേക്കും മറ്റുള്ളവർ ചിലവരൊക്കെ റിസൈൻ ചെയ്തു പോകും, മനസ്സിലായില്ല. അല്ലെങ്കിൽ ട്രാൻസ്ഫർ ആയിട്ട് ജുഡീഷ്യറി പറഞ്ഞാൽ ഒരു ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറെ സ്റ്റേറ്റിൽ, ഒരു ഡിസ്ട്രിക്റ്റിൽ നിന്ന് വേറൊരു ഡിസ്ട്രിക്റ്റിലേക്കും മറിഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല. ജുഡീഷ്യറി നമ്മുടെ സെൻട്രൽ സബ്ജക്റ്റാണ്. മറ്റേത് ഏത് ഹൈക്കോർട്ടും സുപ്രീം കോർട്ടും അവര് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് അപ്പോയിന്റ് ചെയ്യുന്ന ജഡ്ജസിനെ, കേട്ടോ. ചീഫ് ജസ്റ്റിസ്, ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട്, ചീഫ് ജസ്റ്റിസ് ഹൈക്കോർട്ട്, ജഡ്ജസ് ഓഫ് ഹൈക്കോർട്ട് ആർ അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. മനസ്സിലായില്ലേ? ഓക്കെ. നോ അപ്പൊ ഇത് പിന്നെ എത്തിക്സ് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ ട്രാൻസ്പെറന്റ് ആയിരിക്കണം. നമ്മുടെ പ്രൊഫഷണൽ എത്തിക്സ് കാണും. ഇപ്പൊ നിങ്ങൾ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുമ്പോഴും ശരി, നിങ്ങളിൽ നിന്ന് ചില പ്രതീക്ഷകളുണ്ട് ഓരോരുത്തരിൽ നിന്നും. അത് നമ്മളെ എന്താ പറയണ്ടേ, വളരെ സത്യസന്ധതയോടുകൂടി ഇന്റിഗ്രിറ്റിയോടുകൂടി ചെയ്താൽ ദുഃഖിക്കണ്ട. ചെയ്തിട്ടില്ലെങ്കിൽ ചില സമയത്ത് പലനാൾ കള്ളൻ ഒരു നാൾ വലയിൽ നിന്ന് പറഞ്ഞ പ്രകാരം അത് ചിലപ്പോൾ പിന്നീടാണ്, എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് പിടിക്കപ്പെടുക. ചെറിയൊരു ഉദാഹരണം പറയട്ടെ. ഞാൻ എന്തിനാ ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്പി നാരായണൻ ഒരു ഫിലിം വന്നിരുന്നു. ഇനി ഞാൻ പിന്നെ പറയണ്ടല്ലോ. അതെന്താണ്? നമ്മുടെ ഗവേണൻസിൽ വന്ന ഒരു ചെറിയ പാകപ്പിഴ എങ്ങനെ രാഷ്ട്രത്തിനെ അഫക്റ്റ് ചെയ്തു. ബാക്കടിച്ച് 15 കൊല്ലം നമ്മുടെ ഇന്ത്യയുടെ ഡെവലപ്മെന്റ് ക്രയോജനിക് എഞ്ചിന്റെ ബാക്കടിച്ചു. ബാക്കി സിനിമ കാണൂ. നമ്മുടെ മാധവന്റെ ഫിലിം അതിലുണ്ട്, കംപ്ലീറ്റ് ജീവചരിത്രം. അതിൽ ആരും നമ്മൾ കുറ്റം പറയുന്നില്ല. ഞാൻ പറയുന്നത് ഒരു ചെറിയ പാകപ്പഴയ്ക്ക് കൊടുക്കേണ്ടി വന്നത്, രാഷ്ട്രം കൊടുക്കേണ്ടി വന്ന 20 കൊല്ലം പിന്നിൽ പോയി. ഞാൻ ചെറിയ ഒരു ഉദാഹരണം കൂടി, എൻ്റെ ഒരു ഉദാഹരണം കൂടി പറയാം. ഞങ്ങളുടെ ഇവിടെ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ 1989 തീ പിടിച്ചു. ഒരാൾ സിഗരറ്റ് വലിച്ചു. ഗ്യാസ് പ്ലാന്റ് ആയിരുന്നു അപ്പുറത്ത്. തീ കത്തി മുഴുവൻ നശിച്ചു. അത് റീഎസ്റ്റാബ്ലിഷ് ചെയ്തു. 20 കൊല്ലം നമ്മുടെ ടെക്നോളജി പിന്നിലേക്ക് പോയി. VLSI, വെരി ലാർജ് സർക്യൂട്ട് ഇന്റഗ്രേറ്റ് മൈക്രോ പ്രോസസേഴ്സ്, ടെലികമ്മ്യൂണിക്കേഷനിലും സ്പേസ് പ്രോഗ്രാം, റോക്കറ്റ്, ഇതിലൊക്കെ ഉപയോഗിക്കുന്ന ചിപ്സാണ് ഒരൊറ്റ ഓർഗനൈസേഷൻ ഇന്ത്യയിൽ ഉണ്ടായിരുന്നുള്ളത്. ഇൻസിഡന്റ്ലി ഐ വാസ് ദ ഫസ്റ്റ് എംപ്ലോയി ഓഫ് ദ കമ്പനി. എന്റെ എംപ്ലോയി കോഡ് നമ്പർ 1 ആയിരുന്നു. 20 കൊല്ലം പിന്നിലടിച്ചു ഇന്ത്യ. മനസ്സിലായോ? അപ്പൊ അതാ നിങ്ങൾ നോക്കിക്കോളൂ. ഞാൻ ഉദാഹരണം പറയുകയാണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മള് ചൊവ്വയിൽ പോകണു അല്ലെങ്കിൽ ചന്ദ്രനിൽ പോകണു എന്നൊക്കെ പറഞ്ഞ് ആ ക്രയോജനിക് എഞ്ചിൻ എത്ര കൊല്ലം കഴിഞ്ഞിട്ടാ? അത് 15, 18, 20 കൊല്ലം മുമ്പേ നടക്കേണ്ട സംഭവമാണത്. പക്ഷേ ഈ നമ്പി നാരായണൻ വാസ് ദ റിയൽ സയന്റിസ്റ്റ് ബിഹൈൻഡ്. അയാളായിരുന്നു ഇതെല്ലാം ചെയ്തത്. പക്ഷെ അയാളെ ഒരു കേസിൽ കുടുങ്ങി. അപ്പൊ പക്ഷേ രാഷ്ട്രത്തിന് അത് എഫക്ട് ചെയ്ത്. കാരണം ചിലതൊന്നും റീപ്ലേസ്മെന്റ് ഇല്ല കേട്ടോ, മറക്കരുത് കേട്ടോ. ചില കാര്യങ്ങൾക്ക് അത്ര എളുപ്പത്തിൽ റീപ്ലേസ്മെന്റ് ഇല്ല. അപ്പൊ ഞാൻ ഉദാഹരണം പറയട്ടെ. ഞാൻ ഇന്നലെ പറഞ്ഞതാണ്, നമ്മുടെ മിൽക്ക്, വർഗീസ് കുര്യൻ. എന്തുകൊണ്ടും വേറെ കുര്യന്മാരില്ലത്. ഇന്നിപ്പോ ഈസിയാണ്, കാരണം അയാളെല്ലാം സെറ്റപ്പ് ചെയ്തു അല്ലേ. വർഗീസ് കുര്യൻ, വൈറ്റ് റെവല്യൂഷൻ, ഗ്രീൻ റെവല്യൂഷൻ, MS സ്വാമിനാഥൻ. എന്താ പിന്നെ വേറൊരു സ്വാമിനാഥൻ വരാഞ്ഞ്? മനസ്സിലായി എന്ന് ഞാൻ പറയുന്നത്? അവരുടെ കോൺട്രിബ്യൂഷൻ നമ്മുടെ രാഷ്ട്രത്തിന്റെ റെവല്യൂഷന് വേണ്ടിയിട്ട് എന്തെല്ലാം അതാണ് നമ്മൾ ഇത്തരത്തിലുള്ള നമ്മളെ ജീവിക്കേണ്ടത് രാഷ്ട്രത്തിന് വേണ്ടിയിട്ട്. മനസ്സിലായില്ലേ? ഡോക്ടർ അബ്ദുൽ കലാം, ടേക്ക് ദ എക്സാമ്പിൾ ഓഫ് അബ്ദുൽ കലാം. സിമ്പിൾ ലിവിങ്, ഹൈ തിങ്കിങ്, ഫിഷർമാൻ കമ്മ്യൂണിറ്റിയിൽ ജനിച്ച ഒരാളെ എവിടെ എത്തി? ഓഫ് കോഴ്സ് I know him personally also. I was working in DRDO. Our chairman, he was our chairman. So I know his simplicity. 2 ഷർട്ടും ഒരു പെയർ ഷൂ ആണ് ഉണ്ടായിരുന്നത്. ഇത് പ്രസിഡന്റ് ഒക്കെ ആവണതിന് മുമ്പേ. കാരണം അതേ നീല ഷർട്ട്, പിന്നെ അതേമാതിരി ഒരു ഷൂ, അല്ലെങ്കിൽ ചെരുപ്പ്. ഷൂ ഇല്ല, ചെരുപ്പ്, ചപ്പല്. എത്രയോ പ്രാവശ്യം ഞാൻ ചണ്ഡീഗഡ് റെയിൽവേ സ്റ്റേഷൻ അയാൾ വണ്ടി കയറാണത് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴും അത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. പിന്നെ അതേമാതിരി അയാൾ താമസിച്ചേർന്ന് ചെറിയ ഒരു റൂമിൽ. അതാണ് എത്രയോ നിങ്ങൾ വളരുമ്പോൾ, എത്രത്തോളം ഉന്നതിയിലെത്തുമ്പോൾ അത്രത്തോളം സിമ്പിളായിരിക്കണം, ഹമ്പിളായിരിക്കണം. അതാണ് അയാളുടെ ജീവിതം. അയാൾ ജീവിച്ചേർന്നത്, താമസിച്ചേർന്ന് നമ്മുടെ
ഡൽഹിയിലെ നമ്മുടെ എന്താണ് പറയണ്ടേ, ഞങ്ങളുടെ തൊട്ടടുത്ത് ഞങ്ങളുടെ ഗസ്റ്റ് ഹൗസ് ആയിരുന്നു. പിന്നെ എന്താ പറയുക, ഏഷ്യാഡ് അവിടെ DRDO ഗസ്റ്റ് ഹൗസിലായിരുന്നു. ചെറിയൊരു റൂം, ഒരു ചെറിയ അലമാര, അതിൽ കുറച്ച് പുസ്തകങ്ങൾ, ഒരു ചെറിയ വീണ, ജാമ്പുവിന്റെ കാലത്തുള്ള ഒരു വീണ, ഒരു ചെറിയ മേശ, ചെറുത് വുഡൻ, ഒരു ഗ്ലാസ് വെള്ളം, മനസ്സിലായ, ഒരു കിടക്കുന്ന ഒരു ഫോൾഡിങ് ഇത് ഒന്നുമില്ല. അയാളായിരുന്നു നമ്മുടെ പ്രൈം മിനിസ്റ്ററുടെ അഡ്വൈസർ, സയന്റിഫിക് അഡ്വൈസർ. ഒന്നും മറക്കരുതേ. കൺട്രോളർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റും അയാളായിരുന്നു. ചീഫ് കൺട്രോളർ ഓഫ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് DRDO ആൻഡ് അഡ്വൈസർ ടു ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ അയാളായിരുന്നു. പിന്നെ പ്രസിഡന്റ്. അപ്പൊ ഈ പ്രസിഡന്റ് പിതാ ഇന്ന് നടക്കുന്ന ആ നാമധേയം അദ്ദേഹം കൊടുക്കുന്ന സമയത്ത് അതെ, അതിനുശേഷം ഞങ്ങൾ പോയിട്ട് ഗസ്റ്റ് ഹൗസിൽ പോയിട്ട് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നുണ്ട് ഹൈദരാബാദിൽ. അപ്പോ അപ്പോഴും അതെ, ഷേക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ ദാറ്റ് ഈസ് ദ തിങ് വിച്ച് വി ടു ലേൺ ഇൻ അവർ ലൈഫ്. സിംപ്ലിസിറ്റി. ഇവൻ ഞാനത് നടന്ന സംഭവങ്ങളാണ് പറയുന്നത്. എന്താണ് ഗവേണൻസും അദ്ദേഹം ചെയ്ത ഓരോ കാര്യങ്ങളും. എന്തിനാണ് ഈ ഉദാഹരണങ്ങൾ പറയുന്നത്? അതിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാൻ പറ്റിച്ചാൽ പഠിക്കുക. അയാളെ ഒരു പ്രാവശ്യം ഹൈദരാബാദില് പിന്നെ ഈ DRDOന്റെ ലബോറട്ടറിയിൽ അദ്ദേഹം വന്നാൽ താമസിക്കുന്ന ഹൗസ് അതിന്റെ തൊട്ടടുത്തായിരുന്നു ഞാൻ താമസിക്കണം. ബംഗ്ലാവിലായിരുന്നു ഞാൻ. അപ്പൊ ഞാനും എക്സിക്യൂട്ടീവ് ഡയറക്ടറും പ്ലാന്റിന്റെ ഡയറക്ടറും ഒക്കെ കൂടി പോയിട്ട് അയാളെ നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ നോമിനേഷൻ ഫയൽ ചെയ്തിട്ട് ഇപ്പോഴും ഓർമ്മയുണ്ട്. ജൂലൈ 17 ഞങ്ങൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ വേണ്ടി അയാളുടെ അടുത്ത് പോയി. കേട്ടോളൂ ഒരു ദിവസം ഉച്ചയ്ക്ക് ഞങ്ങൾ അയാളുടെ ഗസ്റ്റ് ഹൗസിൽ പോയിട്ട് അയാളെ കാണാൻ വേണ്ടി പോയപ്പോൾ വാതിലെല്ലാം തുറന്ന് ഒരു ടേബിളിന് മുകളിൽ അയാള് ഒരു ചപ്പാത്തി, ഒരു ഗ്ലാസ് വെള്ളവും അങ്ങനെ വെച്ചിട്ട് തിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളോട് വരാൻ വേണ്ടി പറഞ്ഞു ഉള്ളിലേക്ക്. ഒന്ന് ആലോചിച്ചു. എല്ലാവരും പുറത്തുക്കാനല്ലേ പറയാ. അപ്പൊ ഒന്ന് ഓർത്തോളൂ. അവിടെ സാർ കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞപ്പോ ഫോർ വാട്ട് എന്നാ ചോദിക്കണ്. അപ്പൊ സാറേ ലോകം മുഴുവൻ അംഗീകരിച്ചിരുന്നു അയാൾ ഇപ്പൊ നിങ്ങൾ പ്രസിഡന്റ് ആവുന്നു, എല്ലാവരും സപ്പോർട്ട് ചെയ്തെന്ന്. സാർ എന്താ ഇമ്പോർട്ട് പറയാ? No, I have given the nomination, let the result come, and only we can talk something. എന്ന് പറയലും അയാൾ ഉടനടി ടെക്നിക്കൽ ആസ്പെക്റ്റിൽ about what is your production, you have to create a market for the private sector. അങ്ങോട്ടാണ് പ്ലേറ്റ് മാറി. അയാൾ he was not at all bothered about that. And the entire world was knowing he was going to become the president of India. ഇതാണ് സിംപ്ലിസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ എത്തിക്സ്. പിന്നെ ആന്റി ഓട്ടോക്രാറ്റിക് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓട്ടോക്രാറ്റിക് നമ്മുടെ ഹിറ്റ്ലറുടെ കഥ നമുക്കറിയാം, നെപ്പോളിയന്റെ കഥ നമുക്കറിയാലോ, പല കഥകളും അറിയാലോ, പാകിസ്ഥാനിലെ ചില സംഭവങ്ങൾ അറിയാലോ. ദേവീതീയത്തിൽ ഇന്ത്യയിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഡെമോക്രസി ആവുകൊണ്ട് അങ്ങനെ നമുക്ക് വന്നിട്ടില്ല. വളരെ ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ ഓഫ് ഫങ്ഷനും നമ്മുടെ സദ്ദാം ഹുസൈൻ. അതേമാതിരിയുള്ള അവസാനം എന്താണ് ഇവരുടെയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോ ഡെമോക്രാറ്റിക് ആണ് ആന്റി ഓട്ടോക്രാറ്റിക്. ബാക്കി ഞാൻ പറയുന്നില്ല. ഹി ഫർദർ ഡീറ്റെയിൽ ദ ഡ്യൂട്ടി ഓഫ് ദ കിങ് ടു പ്രൊട്ടക്ട് ദ വെൽ. ഈ ആരാണ്? അർത്ഥശാസ്ത്ര. കൗട്ടില്ല നമ്മുടെ ചാണക്യൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ രാജാവ് പ്രോപ്പറായ ജസ്റ്റിസും എംപതിയും സിമ്പതിയും എത്തിക്സും ഓട്ടോക്രാറ്റിക്കും ആവാൻ പാടില്ല. അതേമാതിരി എല്ലാ ജനങ്ങളുടെയും വെൽഫെയർ ഒക്കെ പ്രൊട്ടക്ട് ചെയ്യണം, പ്രോപ്പറായി സേഫ് ഗാർഡ് ചെയ്യണം, ജനങ്ങളെ നന്നായി ഭരിക്കണം. അതിന്റെ ഭരണത്തിന്റെ ചില ഗൈഡ് ലൈൻസ് അദ്ദേഹം രാജാക്കന്മാര് മൗര്യവംശ ഇതില് അവർക്ക് പറഞ്ഞു കൊടുത്തു. ഇന്ന വിധത്തിൽ ചെയ്യാം. യുദ്ധം എങ്ങനെ ജയിക്കണം, ബ്രെയിൻ, അല്ലാണ്ട് നിങ്ങളുടെ ആമിനേഷനോ അല്ലെങ്കിൽ സേന കൊണ്ടല്ല, നിങ്ങളുടെ ബ്രെയിൻ ഉപയോഗിച്ച് യുദ്ധം ജയിക്കൂ. അങ്ങനെയൊക്കെ ഉള്ള ആർട്ട് ഓഫ് ഗവേണൻസ് നമ്മുടെ അർത്ഥശാസ്ത്രയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. പിന്നെ അടുത്ത്, ദി ഗവൺമെന്റ് ഈസ് എൻ ഇൻസ്ട്രുമെന്റ് ഓഫ് ദ സ്റ്റേറ്റ് അല്ലേ, ഹാസ് ആൾവേസ് ബീൻ ദ സോൾ പ്രൊവൈഡർ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. എല്ലാം അറിയാലോ, സ്റ്റേറ്റ് ആണ് നമ്മുടെ, അല്ലെങ്കിൽ രാജ്യമാണിത്. ഒരു കാര്യം പറയാനുള്ളത്, ഒരു കാലത്ത് നമ്മുടെ ഡൊമസ്റ്റിക്കിലെ ഇന്ത്യൻ എയർലൈൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്ലെയിൻ. ഇന്നത്തെ സ്ഥിതിയല്ല ഞാൻ പറഞ്ഞ ഒരു കാലത്ത്. പക്ഷേ ഡൊമസ്റ്റിക് എയർ ട്രാവൽ ഇന്ത്യൻ എയർലൈൻസിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരെല്ലാം ചെറിയ സബ്സിഡറി ആയിരുന്നു അലയൻസ്. ഇന്റർനാഷണല് നമ്മുടെ എയർ ഇന്ത്യ ആയിരുന്നു. ഓക്കെ, ഇത് മോണോപോളി ആയിരുന്നു. വേറെ പ്ലെയിനും ഇല്ല, ഒന്നുമില്ല. മനസ്സിലായില്ലേ? പട്ടാളത്തിന് മാത്രമേ ഉള്ളൂ വേറെ. ഓക്കെ, അത് പിന്നെ നമുക്ക് ഉപയോഗിക്കാനും പാടില്ല. സോ സിമിലർ ഇസ് ദ കേസ്. പണ്ട് അതേമാതിരി ഉണ്ടായിരുന്ന ടെലികമ്മ്യൂണിക്കേഷൻ, ITI, ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രി, മഹാനഗർ, നമ്മുടെ BSNL, ഇതൊക്കെ കുത്തക ഇതായിരുന്നു, മോണോപ്പൊളി ആയിരുന്നു. പവർ
BHEL, NTPC, ഇതേമാതിരിയുള്ള കമ്പനി അത് മോണോപോൾ അവരുടെ ഇതായിരുന്നു. ഇന്ന് നോക്കൂ, 1980 ശേഷം എമർജൻസ് ആൻഡ് ആക്റ്റീവ് പാർട്ട് ബീങ് പ്ലേഡ് ബൈ ദ പ്രൈവറ്റ് സെക്ടർ ഇൻഡസ്ട്രി. ബോംബെയില് മുഴുവൻ ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യുന്ന പ്രൈവറ്റ് കമ്പനിയാണ്. പണ്ട് ടാറ്റ ആയിരുന്നു, ഇപ്പൊ എനിക്ക് തോന്നുന്നു അഡാണി തോന്നുന്നുണ്ട്. ഇപ്പോ ടാറ്റ ആണ്. പക്ഷെ മറക്കരുത്, I am telling you, in 8 years I was in 8 or 9 years I was not even a single day, on a single day, ഒരു 1 minute പോലും പവർ കട്ട് ഉണ്ടാവില്ല, എക്സെപ്റ്റ് പാകിസ്ഥാൻ വാർ. അവിടുന്ന് പിന്നെ ബ്ലാക്ക് ഔട്ട് ആവും. ആ സമയത്ത് പാടില്ലേ ലൈറ്റ്. അതല്ലാതെ ഇൻട്രപ്ഷൻ, അവിടെ ഇൻട്രപ്ഷൻ വന്നാൽ ഭയങ്കര പ്രശ്നങ്ങൾ വരും. സിഗ്നൽ, ട്രാഫിക് സിഗ്നൽ അങ്ങോട്ടൊക്കെ മുട്ടും, ഇലക്ട്രിക് ട്രെയിൻ ഇതൊക്കെ ഓടിക്കൊണ്ടിരിക്കല്ലേ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ. അപ്പൊ അൺഇൻറപ്റ്റഡ് പവർ സപ്ലൈ ആണ് ടാറ്റ ചെയ്തത്. ഇപ്പൊ അത് അഡാണിയാണോ സംശയമുണ്ട്. പക്ഷെ നോ, അനവധി ഇപ്പോ നമ്മുടെ കമ്പനികളെ, പ്രൈവറ്റ് കമ്പനികൾ, ഇപ്പൊ നിങ്ങൾ ഓട്ടോമൊബൈൽ പേരൊന്നും ഞാൻ പറയുന്നില്ല, എല്ലാം ഗവൺമെന്റ് ഏറ്റെടുത്തു. പണ്ട് സ്കൂട്ടർ നമ്മുടെ ഗവൺമെന്റ് സെക്ടറിലായിരുന്നു, സ്കൂട്ടേഴ്സ് ഇന്ത്യ ലിമിറ്റഡ്. മാരുതി ഗവൺമെന്റ് സെക്ടറിലായിരുന്നു, മാരുതി. അതാണ് ഇപ്പൊ നമ്മുടെ സുസുക്കി ആയിട്ട് പിന്നെ അങ്ങോട്ട് പോയത്, ഷെയർ അങ്ങോട്ടായത്. എല്ലാം ഗവൺമെന്റ് സെക്ടറിലായിരുന്നു. ഇപ്പൊ ഇപ്പോഴത്തെ റെയിൽവേ ഇല്ലേ, ഇപ്പൊ റെയിൽവേയും കുറെയൊക്കെ നമ്മുടെ പ്രൈവറ്റൈസ് ആവുന്നു ചിലതൊക്കെ. അപ്പൊ എന്താ പറയാന്ന് വെച്ചാൽ എല്ലാം കൂടി ഗവൺമെന്റിന് ചെയ്യാൻ പറ്റില്ല. ടെലികമ്മ്യൂണിക്കേഷൻ നോക്കൂ, എത്രത്തോളം റെവല്യൂഷൻ ആണ് വന്നിട്ടുണ്ടെന്ന് നോക്കൂ. അംബാനി ആയിക്കോട്ടെ, വേറെ ഉള്ളവരായിക്കോട്ടെ, ഇപ്പൊ അഡാണി എന്തൊക്കെയാണ് എൻ്റർ ചെയ്ത് തരുന്നു, അതേമാതിരി ഇപ്പൊ അങ്ങനെ. അപ്പൊ പ്രൈവറ്റ് ഈസ് ആൾസോ പ്ലേയിങ് എ വൈറ്റൽ റോൾ. സ്റ്റീൽ പ്ലാന്റ് ആൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, പ്രൈവറ്റ് സെക്ടറിന്റെ എല്ലാവരും പ്രൈവറ്റ് സെക്ടറിൽ ഇടപെടുന്നുണ്ട്. ഈവൻ ഡ്രഗ്, നമ്മുടെ ഇപ്പൊ നോക്കൂ, കോവിഡ് ആരാണ്? പ്രൈവറ്റ് കമ്പനിയല്ലേ ഉണ്ടാക്കിയത്? പൂനെയില് അല്ലെങ്കിൽ ഹൈദരാബാദിലെ പ്രൈവറ്റ് അല്ലേ അത്? പണ്ട് IDPL ഉണ്ടല്ലോ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ, അവരല്ല ഉണ്ടാക്കിയത്, പ്രൈവറ്റ് ആണ്. ഇപ്പൊ നോക്കൂ, നമ്മുടെ സ്പേസ് പ്രോഗ്രാം ഉണ്ട്, അതിന്റെ റിയാക്ടർ ഇത് ആരുണ്ടാക്കുന്നത്? ലാർസൻ ആൻഡ് ട്യൂബ്രോ. നമ്മുടെ എയർപോർട്ട് ആരാണ് ഉണ്ടാക്കുന്നത്? കംപ്ലീറ്റ് എയർപോർട്ട് മിക്കവാറും ലാർസൻ ആൻഡ് ട്യൂബ്രോ, LNT. നാഷണൽ ഹൈവേ മിക്കവാറും അവര്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനി. പാലം പണിയുന്നു, മിക്കവാറും അവര്, അല്ലെങ്കിൽ വേറെ ഉള്ളൊരു കമ്പനി. എല്ലാം ഗവൺമെന്റ് അല്ല ചെയ്യുന്നത്, ഗവൺമെന്റ് സെക്ടർ അല്ലല്ലോ ചെയ്യുന്നത്. അവിടെ CPWD ഉണ്ട്, നാഷണൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. പ്രൈവറ്റും നമ്മുടെ ഇന്ത്യയുടെ ഡെവലപ്മെന്റിന് വളരെ അധികം റോൾ പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സൊസൈറ്റിക്കും വളരെ ഉപകാരം ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? സോ പീപ്പിൾ അസോസിയേഷൻ പ്ലേയിങ് എ കീ റോൾ. അതായത് നമ്മുടെ ബോംബെയിലെ, അതും ലാസൻ ട്യൂബ്രോണ് പണിത്, ഒരു 25 ഒരു ബ്രിഡ്ജ് നമ്മുടെ കാണാൻ, നിങ്ങൾ ഫിലിമിലും ഇതൊക്കെ കാണാൻ, അങ്ങനെ വല പിടിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മലയുടെ മുകളിലേക്ക് ഇങ്ങനെ 25 കിലോമീറ്റർ ആ ഇത് ഡിസ്റ്റൻസ് അവരത് കവർ ചെയ്ത് തരണം. അതായത് നമുക്ക് ആ പാലത്ത് ഉപയോഗിക്കുമ്പോൾ 25, ബോംബെയിൽ 25 കിലോമീറ്റർ നമ്മുടെ ഷോർട്ടായിട്ട് വരും. അപ്പൊ അത് ജനസേവനല്ലേ, കമ്മ്യൂണിറ്റി സേവിങ് അല്ലേ, പെട്രോളിന്റെ ആദായമല്ലേ, അത് മാത്രമല്ല സമയത്തിന്റെ ലാഭമല്ലേ, അല്ലേ? അപ്പൊ അതെല്ലാം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഗവൺമെന്റ്. സോ ഇറ്റ് വാസ് ഹാർലിംഗ് ക്ലെമന്റ് ഹൂ ഫസ്റ്റ് യൂസ് ദ വേർഡ് ഗവേണൻസ് ആസ് എൻ ആൾട്ടർനേറ്റീവ് ടു ദ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. അങ്ങനെ 1970 വൺ ഓഫ് ദ ടേംസ് ഇൻ ക്ലെമന്റ് പർട്ടിക്കുലർലി തോട്ട്ഫുൾ. ഇൻ എക്സാമ്പിൾ പറയാം, വാട്ട് ജനങ്ങൾക്ക് എന്താണ് ആവശ്യം. അതേമാതിരി ലെസ് ഗവൺമെന്റ് പറഞ്ഞാൽ എല്ലാത്തിനും പെട്ട് നമ്മൾ കടിഞ്ഞാണിടരുത്. ഗവൺമെന്റിന്റെ പ്രവർത്തനം കമ്മിയാക്കുക, ഗവേണൻസ്, ഭരണം നന്നാക്കുക. ഗവൺമെന്റിന്റെ കൺട്രോള്, ഈ ലൈസൻസ് രാജ്യം, മറ്റേ രാജ്യം, എല്ലാവരും അപ്രൂവൽ എടുക്കുക, അതിനുവേണ്ടി 6 മാസം നടക്കാൻ കിടരുത്. പണ്ട് നമുക്ക് എന്തെങ്കിലും എക്സ്പോർട്ട് ലൈസൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്താ സ്ഥിതി അറിയാം. അപ്പോ അതേമാതിരി എല്ലാ കാര്യത്തിനും ഒരു ട്രാൻസിസ്റ്ററാ, നമ്മുടെ റേഡിയോ, അതിനുപോലും ലൈസൻസ് കൊണ്ടായിരുന്നു പണ്ട് ഓരോരോ കാര്യത്തിൽ. അപ്പൊ അത് ഗവൺമെന്റ് ഭയങ്കര കൺട്രോൾ ഉണ്ടായിരുന്നു. ഇപ്പോ അതൊക്കെ എടുത്തു കളഞ്ഞു, ലിബറലായി. അപ്പോ അയാൾ പറഞ്ഞിരിക്കണം എന്താണ്? ക്ലിവലാൻഡ് പറഞ്ഞത് ലെസ് ഗവൺമെന്റ്, മോർ ഗവേണൻസിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അപ്പോ ഗവേണൻസ് വിറ്റ്നസ് എന്താ? പ്രഫിക് ഗുഡ് പറഞ്ഞ ഗവേണൻസ് വാസ് ആഡഡ് ടു ഇറ്റ്, മീനിങ് ഇറ്റ് ക്വാളിറ്റേറ്റീവ്ലി പോസിറ്റീവ് കൺസെപ്റ്റ്. ക്വാളിറ്റി, ഓക്കെ. ഗ്രാജുവലി ദ കൺസെപ്റ്റ് ഓഫ് ഗുഡ് ഗവേണൻസ് വാസ് ഓതന്റിക്കേറ്റ്. അങ്ങനെ വേൾഡ് ബാങ്കും മറ്റുള്ള അതിന്റെ സബ്സിഡറീസും 30 കൊല്ലം മുമ്പേ തന്നെ പറഞ്ഞു ഗവേണൻസിനെ പറ്റിയിട്ട്. അങ്ങനെ എല്ലാവരും ആ തത്വം അങ്ങനെ അംഗീകരിച്ചു. റീപ്ലേസിങ് ദ നോഷൻ ഓഫ് ഗവൺമെന്റ്. അങ്ങനെ ഗവൺമെന്റ് കൺട്രോൾ അല്ല പല കാര്യങ്ങളും, പലതും NGOs, പ്രൈവറ്റ് കമ്പനീസ്, സൊസൈറ്റീസ്, അങ്ങനെ പോകുന്നു കഥകൾ, അല്ലേ? ഓക്കെ, നൗ വി ആർ മൂവിങ്
from governing almost exclusively by the formal government to governance, which is broader in nature, comprising government, private sector, forms of governing are in place. So governing conceptual framework, governance generally means the act or process of governing. Anglophone term governance can be traced to the classical Latin and Greek word steering of boats. നമ്മുടെ ബോട്ട് എങ്ങനെ ഓടിക്കുന്ന സ്റ്റിയറിംഗ് ഇല്ലേ, അതേമാതിരി ഗവേണൻസ് എങ്ങനെ ഭരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ പ്രൈം മിനിസ്റ്റർ സെക്രട്ടേറിയറ്റ് ഉണ്ട്, അവരാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഉപദേശിക്കുന്നത്, അവരാണ് നമ്മുടെ ഇന്ത്യ നയിക്കുന്നത്. എങ്ങനെ പോകണം, പോളിസി ഡിസിഷൻസ്, ഡിഫൻസ്, ഇത് നാഷണൽ പോളിസീസ്, അതേമാതിരി ഫോറിൻ മറ്റുള്ള റിലേഷൻഷിപ്പ് വിത്ത് ഫോറിൻ കൺട്രീസ്. സോ ഇറ്റ് ഒറിജിനലി റെഫേർഡ് മെയിൻലി ടു ദ ആക്ഷൻ ഓർ മാനർ ഓഫ് ഗവേണിംഗ്, guiding, steering, conduct and overlapped with the government. For a long time, usage was mainly limited to the പണ്ടൊക്കെ ഭരണഘടനയും ലീഗലുമായിട്ട് വളരെ 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 ഇതായിരുന്നു കൺസേണിങ് ദ കണ്ടക്ട് ആൻഡ് അഫയേഴ്സ് ഓഫ് ദ, നിയമത്തിന്റെ അപ്പുറം പോയില്ല. അങ്ങനെയൊക്കെയാണ്. കുറച്ചൊക്കെ ലിബറൽ ആയിട്ടില്ലെങ്കിൽ രാഷ്ട്രത്തിന് വികസിക്കാൻ പറ്റില്ല. എന്താണ് സബ് സഹാറിയൻ ആഫ്രിക്കൻ കൺട്രീസ്? സബ് സഹാറിയൻ ആഫ്രിക്കൻ കൺട്രീസ് ഏതൊക്കെയാണ്? അങ്കോളിയ, ബെനിൻ, ബോട്സ്വാന, ബുർക്കിന ഫാസോ, ബറുണ്ടി. ഇത് നിങ്ങളുടെ പുസ്തകത്തിലുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. കാമറൂൺ, പിന്നെ കാബോ വെർഡെ, ഇതൊക്കെ രാജ്യങ്ങളാണ്. സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്, അതായത് സബ് സഹാറിയൻ ആഫ്രിക്കൻ കൺട്രീസ് ഇതൊക്കെയാണ്. അങ്കോള, ബെനിൻ, ബോട്സ്വാനിയ, ബുർക്കിന, ബുരുണ്ടു, കോബോ വെർഡെ, കാമറൂൺ, സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്. ഇതാണ് സബ് സഹാറൻ ആഫ്രിക്കൻ. അത് ജസ്റ്റ് കാരണം നിങ്ങളുടെ ഒരു വേർഡ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ പുസ്തകത്തില്. പിന്നെ വെൽഫെയർ സ്റ്റേറ്റ് പറഞ്ഞാൽ എന്താണ്? അതായത് അതാണല്ലോ ഗവേണൻസ്. ഈ വെൽഫെയർ സ്റ്റേറ്റ് ഈസ് എ ഫോം ഓഫ് ഗവൺമെന്റ് ഇൻ വിച്ച് ദ സ്റ്റേറ്റ് പ്രൊട്ടക്ട്സ് ആൻഡ് പ്രൊമോട്ട്സ് ദി എക്കണോമിക് ആൻഡ് സോഷ്യൽ വെൽബീയിങ് ഓഫ് എ സിറ്റിസൺ. ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ബേസ്ഡ് അപ്പോൺ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി. എല്ലാവർക്കും ഒരേ ഇത്, ഓക്കെ, ഈക്വിറ്റബിൾ എല്ലാവർക്കും ഒരേമാതിരി ഡിസ്ട്രിബ്യൂഷൻ വരെ വരും, പണമുള്ളവനും പണം ഇല്ലാത്തതിനൊക്കെ. മനസ്സിലായില്ലേ? അപ്പോ അതാണ് ഇത്. ഇനി governance refers to opening up of the arena of government to multiple actors, mobilizing the collective efforts of the government, private sector and the community. It focuses on ensuring accountability, people's participation, ജനങ്ങളുടെ ധാരണം, ട്രാൻസ്പെറൻസി, നിയമങ്ങൾ പാലിക്കുക, എഫക്റ്റീവ് ആവുക, എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുക, നെറ്റ്വർക്ക്. അതായത് നമ്മൾ അത് നെറ്റ്വർക്കിനെ പറ്റി പറയണ്ട, അപ്പൊ പറയാം കേട്ടോ. എമംഗ്സ് സെവറൽ സ്റ്റേക്ക് ഹോൾഡർ പറഞ്ഞാൽ ഒരാളില് ഡിപ്പെൻഡ് ചെയ്തിട്ട് മറ്റുള്ളവർ, മനസ്സിലായില്ലേ? ആൻഡ് ഇൻവോൾവ് മൾട്ടിപ്പിൾ ആക്ട്. ഇതിൽ പല ഘടനയുണ്ട്. ഓരോരുത്തരും നോക്കിക്കോളൂ, ഓരോരോ കാര്യങ്ങളിൽ ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന പലരും ഉണ്ട്. ആക്ടേഴ്സ് ഉണ്ട് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ അതായി. പിന്നെ ഇറ്റ് കാറ്റഗറൈസ് ദ മീനിങ് ആൻഡ് അപ്ലിക്കേഷൻ ഇൻ ദ ഗവേണൻസ് ലിറ്ററേച്ചർ ആൻഡ് ഇഷ്യൂസ് each raises for the study and practice of public administration. As governance as a generic term, governance as a synonymous paryayamai with the state, with the public sector government. Governance is synonymous എന്ന് വെച്ചാൽ പര്യായമായി, ഓക്കെ, with good government, governance beyond government. ഗവൺമെന്റ് തമ്മിൽ വ്യത്യാസം ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഗവൺമെന്റിനെക്കാളും മീതെ പോകും ഗവേണൻസ്. ഭരണം നന്നാവണം, അതല്ലേ പണ്ടത്തെ ഞാൻ പറഞ്ഞ അക്ബർ ദ ഗ്രേറ്റ്, അശോക ദ ഗ്രേറ്റ്. എന്തുകൊണ്ട് അവരെ ഗ്രേറ്റ് എന്ന് പറയുന്നത്? മനസ്സിലായില്ലേ? ഗ്രേറ്റ് ആയതുകൊണ്ടല്ലേ. അപ്പോൾ അങ്ങനെ പലരുണ്ട് നമ്മുടെ ലോകത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്, ഒക്കെ നല്ല 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 ഭരണം കാഴ്ചവെച്ച എത്രയോ ആളുകളുണ്ട് കേട്ടോ. ഗവേണൻസ് നോട്ട് ഗവൺമെന്റ്, അത് പറഞ്ഞു. ഓക്കെ. റോഡ്സ് പുട്ട് ഫോർവേഡ് 6 സെപ്പറേറ്റ് യൂസസ് ഓഫ് ഗവേണൻസ്. ഒന്ന്, മിനിമൽ സ്റ്റേറ്റ് കമ്മി, കുറച്ച് എന്തറിയോ, സ്മാൾ ഈസ് ബ്യൂട്ടിഫുൾ. ബാക്കി പറയണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ നമ്മുടെ സ്റ്റേറ്റുകളൊക്കെ ഡിവൈഡ് ചെയ്തത്. ഉത്തർപ്രദേശ് ലാർജസ്റ്റ് സ്റ്റേറ്റിനെയാണ് ഡിവൈഡ് ചെയ്തിട്ടല്ലേ ഉത്തരാഖണ്ഡ് ഉണ്ടാക്കിയത്. ബീഹാറിനെ ഡിവൈഡ് ചെയ്തിട്ടല്ലേ ജാർഖണ്ഡ് ഉണ്ടാക്കിയത്. നമ്മുടെ ആന്ധ്രാപ്രദേശിനെ ഡിവൈഡ് ചെയ്തിട്ടല്ലേ തെലങ്കാന ഉണ്ടാക്കിയാണ്. എന്തിനാത്? ചെറിയ സ്മാളിനെ കൂടുതൽ അഡ്മിനിസ്ട്രേഷൻ വളരെ എഫക്റ്റീവ് ആവും. പിന്നെ കോർപ്പറേറ്റ് ഗവേണൻസ്, ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞു ഞാൻ. അതായത് എത്തിക്സും അതായത് എത്തിക്സ് ഇൻ ഗവൺമെന്റിലായിക്കോട്ടെ, മാർക്കറ്റിംഗിലായിക്കോട്ടെ, അക്കൗണ്ട്സിലായിക്കോട്ടെ, പിന്നെ ഈ ബിസിനസ് എത്തിക്സ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ. ഗുഡ് ഗവേണൻസ് പറഞ്ഞു.
സോഷ്യോ സൈബർനെറ്റിക്, അതായത് സാമൂഹ്യ ശാസ്ത്രമായ സൈബർനെറ്റിക്, സെൽഫ് ഓർഗനൈസിങ് നെറ്റ്വർക്ക്, ന്യൂ പബ്ലിക് മാനേജ്മെന്റ്. ഓക്കെ, ദ നോഷൻ ഓഫ് ഗവേണൻസ് റെസ്റ്റ് ഓൺ 3 തിയറിറ്റിക്കൽ പ്രിൻസിപ്പിൾസ് ഓർ പ്രൊമൈസസ്. മൂന്നെണ്ണം. ദി എക്സിസ്റ്റൻസ് ഓഫ് ക്രൈസിസ് ഓഫ് ഗവേണബിൾ. പിന്നെ ഭരിക്കുന്ന സമയത്ത് പല ക്രൈസിസും വരുമല്ലോ അല്ലേ? ഇപ്പൊ നമ്മുടെ കോവിഡ് വന്നപ്പോൾ എന്തെല്ലാം നമുക്ക് പ്രശ്നം വന്നു അല്ലേ? മരുന്ന് വേണം, ഇഞ്ചക്ഷൻ ചെയ്യണം, ഡോക്ടർ വേണം. ഇപ്പോ ഇത് വേറൊരു അസുഖം വന്നിട്ട് മങ്കിപ്പോക്ക്. അപ്പോ അതിനുള്ള വല്ല എയർപോർട്ടിൽ അലേർട്ട് ചെയ്യണം. പല പ്രശ്നമുണ്ട്. അതിന് മരുന്ന് കണ്ടുപിടിക്കണം. ലോകത്തിൽ മരുന്നുണ്ടായിരുന്നില്ല. അപ്പൊ മരുന്ന് കണ്ടുപിടിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ക്രൈസിസ് എപ്പോഴും ഉണ്ടാവും ചില സമയത്ത്, മനസ്സിലായില്ലേ? സോ ഗവേണൻസ് പറഞ്ഞാൽ അത്ര എളുപ്പത്തിലല്ലോ കാര്യം ഭരിക്കുക. നമ്മുടെ ഇന്ത്യ മാതിരി ഒരു രാജ്യം ഭരിക്കണം എന്ന് വെച്ചാൽ ഭയങ്കര കഷ്ടമാണ്. അത്ര വലിയൊരു രാജ്യം, അത്ര ജനസംഖ്യ, അത്ര സ്റ്റേറ്റ്, അത്ര യൂണിയൻ ടെറിട്ടറി, അത്ര റിലീജിയൻ, അത്ര കാസ്റ്റ്. ഒന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷെ എങ്കിലും വി ആർ വൺ. അതാണ് പ്രത്യേകത ഇന്ത്യയുടെ ബ്യൂട്ടിഫുൾ ദിസ് തിങ്. കാരണം എല്ലാവരും നമ്മളെ ഇലക്ഷൻ ഒരു കാര്യം ഐഡന്റിറ്റി കാർഡ് പറഞ്ഞാൽ എല്ലാവരും അംഗീകരിച്ചു. ആദ്യം പ്രൊട്ടസ്റ്റ് എടുക്കുന്നു, അംഗീകരിക്കും. എല്ലാ കാര്യങ്ങളും ഞാൻ അത് ഉദാഹരണങ്ങൾ പറയുന്നില്ല. എല്ലാ കാര്യങ്ങളും അത് നമ്മുടെ ആധാർ കാർഡ് ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, എല്ലാം ഗവൺമെന്റ് പറഞ്ഞാൽ എല്ലാവരും ചെയ്യും. കാരണം അത് നന്മയ്ക്ക് വേണ്ടിയിട്ടും പല കാര്യങ്ങൾക്കും നമുക്ക് ട്രാൻസ്ഫർ ഓഫ് ബെനിഫിറ്റ്, അക്കൗണ്ട്സിൽ, അങ്ങനെയൊക്കെയാണ്. സോ ദ ക്രൈസിസ് എപ്പോഴും ഉണ്ടാവുമല്ലോ. എന്തെല്ലാം ക്രൈസിസ് ഉണ്ടാവും. ചിലപ്പോൾ ആധാർ കാർഡിൽ നമ്മുടെ ഫോട്ടോ അല്ല വേറെ ഉള്ളവരുടെ ഫോട്ടോ ആണ്, ആണിന് പെണ്ണിന്റെ പേരുണ്ടായിരുന്നു. അതൊക്കെ വരും ചില സമയത്ത്. എത്രയോ ലക്ഷക്കണക്കിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് പല പ്രശ്നങ്ങളും വരും. അതെല്ലാം ഓവർകം ചെയ്യും, മനസ്സിലായില്ലേ? ഇത്ര വലിയ ജനസംഖ്യയുള്ള ഒരു രാജ്യത്ത് ചില സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പോൾ മിസ്റ്ററും മിസ്സിസും ഒക്കെ വരും. മകനെ അച്ഛനെ ഇതൊക്കെ വരും, സർവ്വസാധാരണ. അതെല്ലാം പിന്നെ അത് റെക്ടിഫൈ ചെയ്യുമല്ലോ, അതിനുള്ള പ്രൊവിഷൻ ഉണ്ട്. പക്ഷെ അതെല്ലാം നമ്മൾ ടോളറേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഇന്ത്യ വളരെയധികം സ്ട്രെങ്ത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ദ എമർജൻസ് ഓഫ് എ ടെൻഡൻസി. അപ്പൊ ചെറിയ ഒരു ഗവേണൻസിൽ ചെറിയ എന്തെങ്കിലും വന്നാൽ അത് നമ്മൾ കാര്യമായിട്ട് എടുക്കുക, അത് റെക്ടിഫൈ ചെയ്യുന്നുണ്ട് ഗവൺമെന്റ്. നമ്മളിപ്പോൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നതാണ് പ്രശ്നം, ഇന്നതാണ്. ഉദാഹരണം, ഇപ്പൊ എൻവയോൺമെന്റൽ ഇഷ്യൂസ്, പിന്നെ അതായത് നമ്മുടെ ഇതുണ്ടല്ലോ കാടും മറ്റൊക്കെ ഫോറസ്റ്റിന്റെ അതിൻ്റെയൊക്കെ അവിടെ ഒരു ഇഷ്യൂ, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ട് ജനങ്ങളുടെ. അത് ഒരു ഗവൺമെന്റിലേക്ക്, സെൻട്രൽ ഗവൺമെന്റിലേക്ക് എഴുതും. കാരണം അത് കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ടതാണ്. അത് ഗവൺമെന്റ് കൺസിഡർ ചെയ്യുന്നു, സെൻട്രൽ ഗവൺമെന്റ് വിൽ കൺസിഡർ ഇറ്റ്. മനസ്സിലായില്ലേ? അല്ലാതെ നമ്മൾ സ്റ്റേറ്റ് ഗവൺമെന്റ് പറഞ്ഞ നേരെ ഓപ്പോസിറ്റ് അല്ല സെൻട്രൽ ഗവൺമെന്റ്. ജനങ്ങളാ തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിസഭയാണ് ഒരു സ്റ്റേറ്റ്. അതേമാതിരി ജനങ്ങളാ തിരഞ്ഞെടുക്കപ്പെട്ടതല്ല അവിടെയും. അപ്പൊ ഇവിടുത്തെ വികാരം അവിടെയും ഇവരുടെ വികാരമാണ്, മനസ്സിലായില്ലേ? സോ ദർ ആർ വാലിഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഗവേണൻസ് ഫോർത്ത് വിത്ത് സ്കോളേഴ്സ് ഇംപ്ലൈയിങ് ഷിഫ്റ്റ് ഫ്രം ദ ബ്യൂറോക്രാറ്റിക് സ്റ്റേറ്റ് ടു ദ ഹോളോ സ്റ്റേറ്റ്. ബ്യൂറോക്രാറ്റിക് സ്റ്റേറ്റ് പാടില്ല എന്നും. മാർക്കറ്റ് ബേസ്, അതായത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ മാർക്കറ്റ് നോക്കണം ഓരോ കാര്യങ്ങൾ, അതനുസരിച്ച് ജനങ്ങളുടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, അതന്നെ മാർക്കറ്റ് ബേസ്. പിന്നെ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ ക്യാപിറ്റൽ, സിവിൽ സൊസൈറ്റി ആൻഡ് ഹൈ ലെവൽസ് ഓഫ് സിറ്റിസൺ, ജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ. പിന്നെ ഇന്റർ ജുറിഡിക്ഷണൽ ആൻഡ് കോഓപ്പറേഷൻ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഒരു സംസ്ഥാനം മറ്റു സംസ്ഥാനം അങ്ങനെ പലരും തമ്മിലുള്ള വാങ്ങലും കൊടുക്കലും, അതൊക്കെ അത്യാവശ്യമാണ്, പരസ്പരതായ. പിന്നെ ക്വാളിറ്റി ഓഫ് ഗവേണൻസ് പറഞ്ഞു. ചാലഞ്ചസ് ഗവേണൻസ്. ഇനി ചാലഞ്ചസിൽ എന്താ അറിയോ? പല ഗവേണൻസിലും നോക്കൂ, ഇൻഫർമേഷൻ ശരിക്കും ഫ്ലോ ചെയ്യണം. ശ്രദ്ധിക്കണോ ഞാൻ പറയുന്നത്? ഇൻഫർമേഷൻ ഫ്ലോ ചെയ്തില്ലെങ്കിൽ പ്രോബ്ലം വരും. അത് എല്ലാ ഇഷ്യൂസും വരുന്ന ഒരു കമ്പനിയിലായാലും ശരി, ഗവൺമെന്റിലായിരിക്കും, ഇൻഫർമേഷൻ പ്രൊവൈഡേഴ്സ് ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടും. കമ്പനിയിലും അതെ അങ്ങനെയാണ്. നമ്മൾ ടോപ്പിൽ ഒരു ഡിസിഷൻ എടുക്കുന്ന ലോവറിൽ അറിയിച്ചിട്ടില്ലെങ്കിൽ ലോവർ ലെവൽ ആളുകൾ വിചാരിക്കും വേറെ എന്തെങ്കിലും. അതേമാതിരി ഗവൺമെന്റിലും. അപ്പൊ ആ തെറ്റിദ്ധാരണ മാറ്റണം. കമ്മ്യൂണിക്കേഷൻ ഷുഡ് ഫ്ലോ horizontally, vertically, everything, downward, upward, everything properly. ഗവൺമെന്റ് എടുക്കുന്ന സ്റ്റെപ്പ് എന്തിനെടുക്കുന്നു, അതുകൊണ്ടുള്ള പ്രയോജന ജനങ്ങൾക്ക് എന്താ, അത് പറഞ്ഞ അവയർനെസ് കൊടുക്കണം, മനസ്സിലായില്ലേ? അപ്പൊ ഈ കോവിഡിന്റെ വാക്സിനേഷൻ എടുക്കുന്ന ആളുകൾ തീയാറുണ്ടായിരുന്നില്ല, ആദ്യം തീയാറുണ്ടായിരുന്നില്ല. കൊച്ചുകുട്ടികളായിക്കോട്ടെ ഒക്കെ ഗവൺമെന്റ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. എല്ലാവർക്കും അതിന്റെ ബോധ്യം മനസ്സിലായി. കാരണം ആളുകൾ മരണപ്പെടുന്നു, അസുഖങ്ങൾ വരുന്നു, ഹോസ്പിറ്റലിൽ ബെഡില്ല, ജനങ്ങൾ തന്നെ മനസ്സിലായില്ലേ? കപ്പാസിറ്റി. പിന്നെ കപ്പാസിറ്റി ഗ്യാപ്പ് അതുണ്ടല്ലോ. ഒരു ചില സമയം ടാലന്റഡ് പേഴ്സൺസ് ആർ നോട്ട് അവൈലബിൾ. പിന്നെ വേറൊന്ന് ഫിസിക്കൽ ഗ്യാപ്പ്. ഫൈനാൻഷ്യൽ ആയിട്ടുള്ള നമുക്ക് വേണ്ട പൈസ ചിലപ്പോൾ
ഉണ്ടാവില്ല. പല സ്റ്റേറ്റുകളൊക്കെ ഡെവലപ്മെന്റൽ പ്രോഗ്രാം. അപ്പൊ അതും അഡ്മിനിസ്ട്രേഷൻ അഫക്റ്റിംഗ് ഗവേണൻസിനെ. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഗ്യാപ്പ്, ലൂസ് അഡ്മിനിസ്ട്രേഷൻ ചില സമയത്ത്. എന്തുണ്ടായിട്ട് എന്താ കാര്യം? അത് പ്രോപ്പറായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തില്ലെങ്കിൽ, അഡ്മിനിസ്ട്രേഷൻ പ്രോപ്പർ അല്ലെങ്കിൽ എന്താ ചെയ്യുക? പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് പോളിസി ഗ്യാപ്പ്. പോളിസി എടുത്ത് നല്ല പോളിസി ഉണ്ടായില്ലെങ്കിൽ നമ്മുടെ പോളിസി വളരെ വളരെ നല്ലതായിരിക്കണം. ഇനി ചാലഞ്ചിങ് റോൾ ഓഫ് ബ്യൂറോക്രസി. ഫസ്റ്റ് ഫേസ് ഓഫ് ഗ്ലോബലൈസേഷൻ. നമ്മുടെ 1991 നമ്മുടെ മൻമോഹൻ സിംഗും പി വി നരസിംഹറാവു ഗ്ലോബലൈസേഷൻ, റാപ്പിഡ് അഡ്വാൻസ്മെന്റ്, കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, പ്രോബ്ലം റിലേറ്റിംഗ് ടു സൈബർ ക്രൈം. ഇന്ന് നോക്കണ്ടേ എന്താണ് സൈബർ അനാവശ്യമായിട്ട് ആളുകൾ സോഷ്യൽ ഇത് ഉപയോഗിക്കുന്നതും മീഡിയ ഉപയോഗിക്കുന്നതും അനാവശ്യമായിട്ട് ഇതും എന്തെല്ലാം പ്രശ്നങ്ങൾ, സൈബർ ക്രൈം, ഇതൊക്കെ പല പ്രശ്നങ്ങൾ ത്രട്ട് വരുന്നു ഡ്യൂ ടു സോഷ്യൽ മീഡിയ. പറഞ്ഞല്ലേ, ഒരു കൊച്ചു സംസ്ഥാനമായ ഞാൻ പറയാം, ഒരു ചെറിയ ഒരു സംസ്ഥാനത്തിൽ തന്നെ, എങ്കിലും ഞാൻ പേര് പറയുന്നില്ല, 35-40 ചാനലാണ്. എന്ത് ചെയ്യുക? എന്താ പേര് ടെലികാസ്റ്റ് ചെയ്യുക 24 മണിക്കൂർ? എന്താ ടെലികാസ്റ്റ് ചെയ്യുക? പറഞ്ഞ രാവിലെ മണിക്ക് 24 മണിക്കൂർ. വേറെന്താ ഉള്ളത്? ഈ ചാനൽ നോക്കിയാൽ അതന്നെ, ആ ചാനൽ നോക്കിയാൽ അതന്നെ, അവരിത് പറഞ്ഞു ഇത് പറഞ്ഞു അതന്നെ തന്നെ, വേറൊന്നുമില്ല. നത്തിങ് ടു ലേൺ. യങ്ങർ ജനറേഷന് പഠിക്കാനൊന്നും കാണുന്നില്ല അതിൽ. ഞാനൊക്കെ പറയുന്നത് റീഡിങ് ഹാബിറ്റ് വേണം. ഡോണ്ട് വേസ്റ്റ് ടൈം ഫോർ ഇൻ ദ സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ വേണം, ഞാൻ വേണ്ടതല്ല പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നമുക്ക് പഠിക്കാവുന്നത് വളരെ കമ്മിയാണ് ഈ സോഷ്യൽ മീഡിയ പലതും. ഡിജിറ്റലൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാം. പക്ഷേ അതിൽ നമുക്ക് ചില സമയത്ത് വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് നമ്മൾ എപ്പോഴും അതിൽ എന്തെല്ലാം പഠിക്കാൻ പറ്റും അതാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പം ന്യൂസ് ചാനൽ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ രാഷ്ട്രീയം എല്ലാം നോക്കേണ്ടത്. അതൊന്നും എന്ത് പഠിക്കാൻ പറ്റും? ലോ പോയിന്റ്, മറ്റുള്ള പോയിന്റ്, ടെക്നിക്കൽ ആസ്പെക്ട്സ്, സോഷ്യൽ ഇഷ്യൂസ്, അതൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഏത് സിറ്റിസൺ. ദെൻ അഡ്വാൻസ് ടെക്നോളജി, ന്യൂ ടൂൾസ് ഓഫ് ഗവൺമെന്റ്, ഇൻക്ലൂസീവ് പോളിസി, പാർട്ടിസിപ്പേറ്ററി എൻഗേജ്, അതായത് എല്ലാവരുടെയും ഇത്. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ ക്വാളിഫിക്കേഷൻ ഉണ്ട്, അതിൻ്റെ പറഞ്ഞിരുന്ന കാര്യം, സ്കില്ലും വേണം, ജോലി ചെയ്യാനും ഉള്ള കഴിവും വേണം ഓരോരുത്തരും. സ്കിൽഡ് ലേബർ, അൺസ്കിൽഡ് ലേബർ ഒക്കെ ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. സ്കിൽ ഷോർട്ടേജ് ഉണ്ട്, ആൾറെഡി സ്റ്റേറ്റിലുണ്ട്, നാഷണലിലും ഉണ്ട്. സ്കിൽ ഷോർട്ടേജ് ഉണ്ട്. അതാണ് സ്കിൽ ഡെവലപ്മെന്റ്, ഒരു സെപ്പറേറ്റ് മിനിസ്ട്രി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്കില്ല് പ്രൊവൈഡ് ചെയ്താലല്ലേ ജോലി ചെയ്യാൻ പറ്റൂ. അല്ലാണ്ട് വെറും കോളേജ് വിദ്യാഭ്യാസം കൊണ്ടോ അല്ലെങ്കിൽ ഡിഗ്രി കൊണ്ടോ പറ്റില്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ ഉദാഹരണം, ഞാൻ തന്നെ ഇനി ഒരു പ്രൊജക്ട് ഗൈഡായിരുന്നു. ഒരു ദിവസം ഞാൻ സർപ്രൈസ് പ്രൊജക്ട് ഗൈഡ് എൻ്റെ അടുത്ത് സൈൻ ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് ഐ വാസ് ഷോക്ക്ഡ്. അതായത് ഒരു കുട്ടി, ഞങ്ങൾക്ക് പേര് പറയില്ല, പക്ഷെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറയാണ്, എൻ്റെ അടുത്ത് വന്നത് മാസ്റ്റേഴ്സ് ഇൻ റൂറൽ ഡെവലപ്മെന്റ് പ്രൊജക്ട് വർക്കായിരുന്നു. അപ്പം ഞാൻ പ്രൊജക്ട് ഗൈഡായിരുന്നു. ഞാൻ സിഗ്നേച്ചറിന് വന്ന സമയത്ത് ഞാൻ ഒപ്പിട്ടിട്ട് ഉടനടി അയാൾ എഴുന്നേറ്റിട്ട് എനിക്കൊരു അയാളുടെ വിസിറ്റിംഗ് കാർഡ് തന്നു. വിസിറ്റിംഗ് കാർഡ് തന്നപ്പോൾ ഞാൻ എന്താണ് കണ്ടതറിയോ? 21 പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി, 17 MBA. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനത് ചെയ്യുന്നത്? 17 എൻ്റെ കാർഡുണ്ട്, വേണമെങ്കിൽ ഞാൻ ഫ്ലാഷ് ചെയ്യുന്ന ആളെ. അദ്ദേഹത്തിൻ്റെ പാടില്ല, കാരണം അയാളുടെ പെർമിഷൻ ഇല്ലാണ്ട് ചെയ്യാൻ പാടില്ലല്ലോ, അപ്പോൾ പാടില്ല. ഞാൻ പറയുന്നത് വാസ്തവമാണ്. ഞാൻ ചോദിച്ചു, എന്തിനത്രയ്ക്ക് ഡിഗ്രി എടുത്തേക്കണേ? അതെൻ്റെ ഒരു ഹോബിയാണ്. അപ്പം ഞാൻ ഒരു പ്രൊജക്ട് ഗൈഡായ ഞാൻ അയാളുടെ ക്വാളിഫിക്കേഷൻ അല്ല, അതാണ് അതിൻ്റെ രസം. അപ്പോൾ അയാളുടെ ഗൈഡാണ് ഞാൻ. 21 പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രീസും ഡിപ്ലോമസും, 17 MBA, ലോജിസ്റ്റിക്, മെറ്റീരിയൽ മാനേജ്മെന്റ് ഉണ്ടല്ലോ, മാർക്കറ്റിംഗിൽ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, അക്കൗണ്ട്സ്, അയ്യോ മറ്റേ അങ്ങനെ എനിക്ക് തന്നെ വയ്യ, എത്രയോ ഉണ്ട്. അപ്പോൾ ക്വാളിഫിക്കേഷൻ മാത്രം പോരാ, യുവർ സ്കിൽ ഡെവലപ്മെന്റ് ഈസ് ആൾസോ വെരി വെരി എസെൻഷ്യൽ. തെറ്റിദ്ധരിക്കരുതേ, ക്വാളിഫിക്കേഷൻ വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, ക്വാളിഫിക്കേഷൻ വേണം. പക്ഷെ ആ ഞാൻ എന്താണ് നിങ്ങളോട് എക്സാമ്പിൾ പറയുന്നത്, യു ഷുഡ് be employment worthy. You should read the text and increase your knowledge, and you should read newspapers and relevant ആയിട്ടുള്ള മാറ്റേഴ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താണ് ലോകത്ത് നടക്കുന്ന, രാജ്യത്ത് നടക്കണേ, എന്നാലെയാണ് നമ്മൾ ചെയ്യുന്ന ജോബിൽ അതിൽ നമുക്ക് ചെയ്യാൻ പറ്റൂ. HR പേഴ്സൺ, ലേബർ ലോസിനെ പറ്റി അറിയണ്ടേ? നിങ്ങൾ ഇന്നലത്തെ ലേബർ ലോ വായിച്ചാൽ ഇന്ന് പറ്റുമോ? 108 ലേബർ ലോ ഉണ്ടായിരുന്നു, അതിപ്പോ 4ആണ്. 27 ലേബർ ലോ 1ആണ്. അപ്പോ ഒരു HR മാനേജർ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ട് നമ്മൾ ബാഡ്ജ് എടുത്ത് പോയാൽ പോരാ, അത് HR എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്നറിയണ്ടേ?
ലോ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയണ്ടേ, ഡേ ടു ഡേ ഡെവലപ്മെന്റ് അറിയണ്ടേ. പുസ്തകം മാത്രം വായിച്ചാൽ പോരാ. അതാ പറഞ്ഞത്, നമ്മൾ ദിനചര്യ എന്തൊക്കെയാണെന്ന് അറിയണം. പിന്നെ പുസ്തകം വായിക്കണം, അതിനോടൊപ്പം ന്യൂസ് പേപ്പർ വായിച്ച് റീഡിങ് ഹാബിറ്റ്, ക്രിയേറ്റിവിറ്റി. നിങ്ങൾ എന്തിനാ അസൈൻമെന്റ് എഴുതുന്നത്? കാരണം ഇന്നത്തെ കാലത്ത് എല്ലാവരും കമ്പ്യൂട്ടറിൽ എന്താണ്, അപ്പൊ റൈറ്റിങ്ങില് പോരാ, നിങ്ങളോട് എഴുതാൻ പറഞ്ഞാൽ എഴുതുന്നില്ല, അപ്പൊ അത് ബുദ്ധിമുട്ടും പിന്നീട്. അപ്പൊ അതുകൊണ്ടാണ് ഈ നിങ്ങളുടെ ഇത് അസൈൻമെന്റും ഇവിടെ നമ്മുടെ പരീക്ഷയൊക്കെ അതാണല്ലോ, ഓൺലൈൻ അല്ലല്ലോ. സോ ബിൽഡിംഗ് ന്യൂ സ്കിൽസ് ആൻഡ് കപ്പാസിറ്റി, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സെക്യൂരിറ്റീസ്. പിന്നെ ദ ന്യൂ ഗവേണൻസ് ടെക്സ്റ്റ്, ഇതിലെ റോൾ ഓഫ് ബ്യൂറോക്രസി ഹാസ് ബീൻ ചേഞ്ചിങ് വെരി ഫാസ്റ്റ്. ബ്യൂറോക്രസി പണ്ടത്തെ മാതിരി പറ്റില്ല. ആളുകളുടെ നീഡ് അനുസരിച്ചിട്ടും മാർക്കറ്റിന്റെയും ഓരോരോ കാര്യങ്ങളനുസരിച്ചിട്ടും മാറണം. The government is no longer seen merely as a law enforcer or a controller of national resources, but a provider of basic services. ജനങ്ങളുടെ സേവനമാണ് ഒരു ചെയ്യുന്നത്, അല്ലാണ്ട് അവർ കൺട്രോൾ ചെയ്യല്ല. പബ്ലിക് ഗുഡ്സ്, അതൊക്കെ ഡിസ്ട്രിബ്യൂഷൻ. ഗ്ലോബലൈസേഷൻ ഹാസ് ആഡഡ് ഡിഫറെന്റ് ഡൈമെൻഷൻസ് ടു ദ കൺസെപ്റ്റ് ഓഫ് ഗവേണൻസ്. ഗ്ലോബലൈസേഷൻ വളരെയധികം ഇത് പ്രാധാന്യം അറിയിക്കുന്നുണ്ട് നമ്മുടെ ഗവേണൻസിൽ. നമ്മൾ ഇങ്ങനെ ചെയ്താലേ അങ്ങനെ ചെയ്യാൻ പറ്റും. നോക്കൂ, നിങ്ങൾ എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്തു, അത് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഗൾഫ് കൺട്രിയിലേക്കോ അവർക്ക് അവരുടെ സ്പെസിഫിക്കേഷൻ ഉണ്ട്, അതുണ്ടില്ലെങ്കിൽ അങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല. See, there has been a shift in orientation from being control facilitative. ഗവൺമെന്റ് എപ്പോഴും ഫെസിലിറ്റേറ്റർ ആണ്. ബ്യൂറോക്രാസിന്റെ അപ്രോച്ച് കുറച്ച് അമേരിക്ക കൊണ്ടുവരണം. പിന്നെ ജനങ്ങൾക്ക് വേണ്ടി സേവനം അർപ്പിക്കണം. ഇൻ ദ ലൈറ്റ് ഓഫ് ദ ചേഞ്ചിങ് ഗവേണൻസ് സിനോറിയോ, ദ ബ്യൂറോക്രസി മസ്റ്റ് റിഫോം ഇറ്റ്സെൽഫ്. സോ ഇറ്റ് മസ്റ്റ് റീഇൻവെന്റ് itself in the light of changing norms of government. ഗവൺമെന്റിന്റെ ഇംഗിത പ്രകാരം അവരെ നമ്മുടെ ജനങ്ങളെ സേവ് ചെയ്യാൻ വേണ്ടി ന്യൂ പബ്ലിക് സർവീസ് ആൻഡ് ന്യൂ ഗവേണൻസ് ആയിരിക്കണം നമ്മുടെ ബ്യൂറോക്രാറ്റ്സ്. മനസ്സിലായില്ലേ? അപ്പോൾ അടുത്ത യൂണിറ്റ് 8, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ആൻഡ് ഗവേണൻസ്. ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, നമ്മുടെ ഇപ്പോഴത്തെ IT ഗവേണൻസ്, അത് നമ്മുടെ ഭരണത്തിന് എങ്ങനെ ഓരോരുത്തരെ നമ്മുടെ ഗവേണൻസ് പറയുമ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ഇത് കമ്പനികളിലും എങ്ങനെയാണ് നമ്മൾ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നത്. IT ടെക്നോളജി, കൺസെപ്റ്റൽ ഫ്രെയിംവർക്ക്, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. എവിടെ എവല്യൂഷണറി പെർസ്പെക്റ്റീവ്, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഇനാബിൾഡ് സർവീസസ്, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഇൻ ഗവേണൻസ്. ഇപ്പൊ നിങ്ങളുടെ പരീക്ഷ ഓൺലൈനാണ്, സ്ക്രൂട്ടിനി ചെയ്യുന്നത് ഓൺലൈനാണ്, റിസൾട്ട് പബ്ലിക് ഓൺലൈനിലാണ്, കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ഓൺലൈനാണ്, എല്ലാ കാര്യങ്ങളും മിക്കവാറും 90% ഓൺലൈനാണ്. കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എവിടെ എത്തി നോക്കൂ. എവിടെ നോക്കിയാലും എന്ത് വേണമെങ്കിലും. ഞാൻ ഒരു മിനിറ്റ്, ഇൻകം ടാക്സിന്റെ ഒരു കാര്യം നോക്കൂ. നിങ്ങളുടെ പാൻ കാർഡ് ഇന്ത്യയിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ. ആ കാർഡ് അടിച്ചാൽ നിങ്ങളുടെ പേര് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ 138 കോടിയോ 139 കോടി ജനങ്ങളില് ഒരു നമ്പർ അടിച്ചാൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ. അതന്നെ ആധാർ കാർഡും. എത്ര അതിലടിച്ച അപ്പം അറിയാം നിങ്ങളുടെ നക്ഷത്രം. അതായത് ഓരോ ജാതകയിലുണ്ട്. മനസ്സിലായില്ലേ? ആധാർ കാർഡിന്റെ നമ്പർ അടിച്ചാൽ അവർ കിട്ടും എല്ലാ കാര്യങ്ങളും നിങ്ങളെ പറ്റിയിട്ട്. നിങ്ങൾ എവിടെയാണ്, എവിടെ താമസിക്കുന്നത്, ഏത് സ്റ്റേറ്റിലാണ്, എന്താണ് നിങ്ങളുടെ അച്ഛൻ്റെ പേര്, അത് എല്ലാം അറിയാം. അതാണ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഇത്. ഓക്കെ, നെക്സ്റ്റ് ഇൻട്രൊഡക്ഷൻ. ICT ഹാസ് ബിക്കം, ഇത് കൂടുതൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ് കേട്ടോ, എന്നാലെങ്കിലും ഞാൻ പറയാം. ഇപ്പോ IT ഹാസ് ബിക്കം പാർട്ട് ഓഫ് അവർ ദിസ് തിങ്. നോക്കൂ, ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ഹലോ, നിങ്ങളുടെ കോവിഡ് സീസണിൽ എടുത്തോളൂ, ഒരു മിനിറ്റ്. കോവിഡ് ടൈമില് ഓൺലൈൻ ക്ലാസ് എടുക്കുന്നത്. ഇപ്പൊ ഞാൻ ഇപ്പൊ എന്താ ചെയ്യണേ? ഇതിപ്പോ നിങ്ങൾക്ക് തരുന്നത് എന്താ? ICT അല്ലേ? ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷന്റെ ഇതിൽ വരുന്നല്ലേ ഇത്. കോവിഡ് ടൈമിൽ ഓൺലൈൻ ക്ലാസ്സസ് എത്രയോ എടുത്തത്? അതെന്താണ്? നമ്മുടെ ഡിജിറ്റലും മറ്റേതിന്റെ ഓരോ ടെക്നോളജിയുടെ ഇതല്ലേ? അല്ലെങ്കിൽ എവിടെ പോയി നിങ്ങൾക്ക് ക്ലാസ് ഇടുന്ന കിട്ടുക? ഓൺലൈൻ എത്രയോ ക്ലാസ് ഞാൻ തന്നെ എടുത്തിട്ടുണ്ട്, എത്രയോ ക്ലാസ്. അത് സപ്പോസ് ഇതില്ല വിചാരിക്കുക, ഈ സൗകര്യം ഇല്ല വിചാരിക്കുക, ഈ ക്ലാസ് എങ്ങനെ എടുക്കുക? ഇപ്പൊ ഈ ഞാൻ എടുക്കുന്ന ക്ലാസ് എങ്ങനെ എടുക്കുക? മനസ്സിലായോ? പക്ഷെ ഈ ക്ലാസ് യു വിൽ ബി ഓൾ സ്റ്റുഡൻസ് വിൽ ബി ഏബിൾ ടു ഹിയർ, അണ്ടർസ്റ്റാൻഡ് ദ തിങ്സ്. ഓക്കെ, പക്ഷെ ടൈം ഈസ് വെരി ലിമിറ്റഡ്. ഐ ഷുഡ് റിക്വസ്റ്റ് യു ടു അണ്ടർസ്റ്റാൻഡ് ദി ലിമിറ്റഡ് ടൈമിലാണ് ഇത്ര മാക്സിമം കവർ ചെയ്യുന്നത്. 2 ചാപ്റ്റർ കവർ ചെയ്യുന്നതേ 1 മണിക്കൂറുണ്ട്. അപ്പൊ അതുകൊണ്ട് സ്പീഡിൽ പോയാൽ പറ്റൂ, കാരണം ലിമിറ്റേഷൻ ഉണ്ട് നമ്പർ ഓഫ് ക്ലാസ്സിൽ കേട്ടോ. 8 ക്ലാസ്സാണ് എടുക്കാൻ പറ്റൂ. അതാണ് നിയമം യൂണിവേഴ്സിറ്റിയുടെ, ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ.
അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് എല്ലാം മാക്സിമം കവർ ചെയ്യണം. അതുകൊണ്ട് അല്ലാണ്ട് നമുക്ക് ആത്മാർത്ഥത ഇല്ലാണ്ടോ അല്ലെങ്കിൽ കൂടുതൽ എടുക്കാൻ അറിയാതുകൊണ്ടല്ല. അത് ഫിസിക്കൽ ക്ലാസ്സിൽ പറ്റും, പക്ഷേ ഓൺലൈൻ ക്ലാസ്സിൽ ഷോർട്ട് ആയിട്ട് തന്നെ എടുക്കാൻ പറ്റും. സോ കൈൻഡ്ലി ബിയർ വിത്ത് മീ, understand the the guidelines and other things. So ICT governance deals with the structured dynamic. The process of governance do not necessarily reside solely within the sphere of state action authority. Contemporary understanding governance brings the recognition governments are limited in their capacity. Such limitations should everything electronically digitalized ആണ് എല്ലാം. ഇനി ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് ഇൻഫർമേഷൻ അത് വരുന്നു. നോക്കൂ, ഞാൻ സമ്മറി അങ്ങോട്ട് പറയാം. ഫേസ് 1 നമ്മുടെ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞില്ലേ? ഇൻട്രൊഡക്ഷൻ പറഞ്ഞു ഐ തിങ്ക് അല്ലേ? ഓക്കെ. രണ്ടാമത്തെ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക്. ഒരു മിനിറ്റ്, ഞാൻ എന്തെങ്കിലും പറയാതുണ്ടോ നോക്കട്ടെ ഞാൻ കേട്ടോ. പിന്നെ ICT ഇൻഫർമേഷൻ ടെക്നോളജി, ഗവൺമെന്റ്. ഹലോ, ഗവൺമെന്റ് നമ്മുടെ ലൈസൻസ് ഒക്കെ എടുക്കുന്ന ഓൺലൈനാണ്. ഗവൺമെന്റിന്റെ പല ലൈസൻസ് എടുക്കുന്നത് നമ്മുടെ ഇതാണ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് അങ്ങനെയാണ്. ഗവൺമെന്റ് റിട്ടേൺ മനസ്സിലായില്ലേ? ഇലക്ട്രോണിക് ഇതിന്റെ. ഓക്കെ. അതേമാതിരി സിറ്റിസൺ പാസ്പോർട്ട്, റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. ഓർക്കണേ, ഇന്ത്യ ഹാസ് ഗോട്ട് ഓൺലി 1 പാസ്പോർട്ട്, റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. 138 139 എന്ത് കോടി ജനങ്ങളായാലും ശരി, ഒറ്റ പാസ്പോർട്ട്, അതായത് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. നേരെ മറിച്ച് മറ്റുള്ള സംസ്ഥാനം സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് വേറെ ഓരോരോ ഇതുണ്ട് പാസ്പോർട്ട് കേട്ടോ. നമ്മുടെ ഇന്ത്യയിലില്ല, ഒറ്റ പാസ്പോർട്ട്. ശ്രദ്ധിക്കണേ. ഓക്കെ. നൗ അതേമാതിരി വി ആർ എലിജിബിൾ ടു ട്രാവൽ എനിവേർ ഇൻ ദ കൺട്രി. പക്ഷേ മറ്റുള്ള സംസ്ഥാനം ഇത് അങ്ങനെയല്ല. ചിലയിടത്ത് ഒരു സിറ്റിയിൽ നിന്ന് മറ്റേ സിറ്റിക്ക് പോകാനോ അല്ലെങ്കിൽ സ്റ്റേറ്റിൽ നിന്ന് മറ്റേ സിറ്റി പാസ്പോർട്ട് മറ്റേ വേറെ വിധത്തിൽ അവരുടെ വേണം, അപ്രൂവൽ വേണം കേട്ടോ. ഇംഗ്ലണ്ട്, അയർലാൻഡ് നോക്കിക്കോളൂ. അപ്പോൾ സെപ്പറേറ്റ് കൺട്രി ആണെങ്കിലും ശരി നോക്കിക്കോളൂ, എല്ലാം ഒരു തന്നെയാണല്ല. UK എന്നൊക്കെ അല്ലേ പറയുന്നത്, ഇതിൽ പെട്ടതാണെന്നൊക്കെ അല്ലേ പറയുന്നത്. ഓക്കെ. സോ ICT പറ്റി പറഞ്ഞു. ഇനി ഫേസ് 1 സമ്മറി നോക്കൂ. ഫേസ് 1 എന്ന് പറയുന്ന ആ സമയത്ത് കാൽക്കുലേറ്റർ നോക്കൂ. 1947 വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കണേ, കാരണം ടൈം വളരെ. ഇൻഫർമേഷൻ ടെക്നോളജിയുടെ സ്റ്റാർട്ടിങ് ഫേസ് 1 1947 അന്ന് കാൽക്കുലേറ്റർ, ട്രാൻസിസ്റ്റർ, പഞ്ച് കാർഡ് പഞ്ച് ചെയ്യുന്നത്, മാഗ്നറ്റിക് ടേപ്സ്, അങ്ങനെയായിരുന്നു ഫേസ് 1 നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഇമ്പ്രൂവ്മെന്റ്. ഫേസ് 1 കാൽക്കുലേറ്റർ, ട്രാൻസിസ്റ്റർ, പഞ്ച് കാർഡ്, മാഗ്നറ്റിക് ടേപ്സ്. ഫേസ് 2 അങ്ങനെ ഡെവലപ്പ് ചെയ്ത് മേപ്പോട്ട് പോവാണ്. ആ സമയത്ത് പേഴ്സണൽ കമ്പ്യൂട്ടർ, മാഗ്നറ്റിക് ഡിസ്ക്, ഡെസ്ക് ടോപ്പ്, ഓക്കെ, വേർഡ് പ്രോസസ്സിംഗ്, അക്കൗണ്ടിങ്, പുതിയ ഇതൊക്കെ ഉണ്ടല്ലോ നമ്മുടെ അക്കൗണ്ടിങ് മെത്തേഡ്സ്, അതെല്ലാം പിന്നെ വന്നു. ഗ്രാഫിക്കൽ പ്രസന്റേഷൻസ്, ഇതൊക്കെ 2ാം സ്റ്റേജിലാണ് വന്നത് ഫേസിൽ. 3ാമത്തെ ഫേസിൽ വന്നു മൈക്രോ പ്രോസസ്സേഴ്സ്, പ്രോഗ്രാമബിൾ ഡിവൈസ്, ഡിജിറ്റൽ ഡാറ്റ. 4ാമത്തെ ഫേസിൽ വന്നത് ഇന്റർനെറ്റ്, സോഷ്യൽ നെറ്റ്വർക്ക്, ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി, ഓക്കെ, പിന്നെ വേൾഡ് വൈഡ് കണക്ടിവിറ്റി. അതൊക്കെയാണ് 4ാമത്തെ ഫേസിൽ വന്നത്. ഇതെല്ലാം പുസ്തകത്തിലുണ്ട് കേട്ടോ, വായിച്ചാൽ മതി. 5ാമത്തെ ഫേസില് സാറ്റലൈറ്റ്. അപ്പോഴത്തെ സാറ്റലൈറ്റ് ഫോൺ, എവിടെ നിങ്ങൾ പോയാലും ശരി, അന്റാർട്ടിക്കയിലായാലും ശരി, സാറ്റലൈറ്റ് ഫോൺ. ഓക്കെ. ദെൻ പിന്നെ ബ്രോഡ്ബാൻഡ്, സെൽഫോൺ, ലോകത്തിൽ എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം, റേഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ. ഓക്കെ. സെൽഫോണ്, ടെലിഫോണ്, HAM, അങ്ങനെ പലതും. അപ്പൊ അതായി. ഇനി ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, ഇത് ഞാൻ പ്രത്യേകം ഒന്നും കൂടി ഉണ്ട്. ഷിഫ്റ്റ് ഫ്രം അനലോഗ് ടു ഡിജിറ്റൽ ടെക്നോളജി. പണ്ട് അനലോഗ് ആയിരുന്നു, നമ്മുടെ വാച്ചൊക്കെ ഇല്ലേ അനലോഗ് പിന്നെ ഡിജിറ്റൽ ടെക്നോളജി. നമ്മുടെ വാച്ച് നോക്കൂ, ക്ലോക്ക് നോക്കൂ, അതേമാതിരി നമ്മുടെ IT നോക്കൂ. പണ്ട് അനലോഗ് ആയിരുന്നു, ഇപ്പൊ ഡിജിറ്റലാണ്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ എഞ്ചിനീയറൊക്കെ അപ്ഡേറ്റ് ചെയ്യണം, ഡിജിറ്റലിൽ വർക്ക് ചെയ്യാൻ. പണ്ട് അനലോഗ് അല്ലാണ്ട് വർക്ക് ചെയ്തിരുന്നു നമ്മുടെ IT-കാര്, പെട്ടെന്ന് ഡിജിറ്റലായി. അങ്ങനെ മാറിക്കൊണ്ട് ടെക്നോളജി ഇങ്ങനെ ഫാസ്റ്റ് ചേഞ്ചിങ്. അതേമാതിരി നമ്മുടെ ആളുകളും ട്രെയിൻ ചെയ്തണം, അല്ലെങ്കിൽ അതിനോടൊപ്പം നമുക്ക് എത്താൻ പറ്റില്ല. ലോകം മാറിക്കൊണ്ടേയിരിക്കുന്നു. അതിനോടൊപ്പം നമ്മുടെ പക്ഷെ
we are proud to have, highly talented, whether a technician, whether IT persons or professionals or നമ്മളെ ലോകത്തിൽ ആരുടെയും പിന്നിലല്ല. IT-ലും അതെ, ലോകത്തിൽ തന്നെ എണ്ണപ്പെട്ട രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. പിന്നെ ഇൻഫർമേഷൻ ടെക്നോളജി, പിന്നെ മാനേജ്മെന്റിന് നമ്മുടെ IIT വേൾഡ് ക്ലാസ് ആണ്. IIM പിന്നെ IIT എഗെയിൻ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലും വളരെയധികം. അപ്പൊ നമ്മുടെ ഇന്ത്യ അതേമാതിരി നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ എല്ലാം PhD ഇതെല്ലാം വേൾഡ്. ഇപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ നമുക്ക് ISRO ചെയർമാൻ എല്ലാം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരാണ് നമ്പർ 1 യൂണിവേഴ്സിറ്റി ഇൻ ദ കൺട്രി. മനസ്സിലായില്ലേ? പണ്ട് എത്രയോ കാലം മുമ്പേ നെഹ്റുവിന്റെ ടൈമിൽ സ്ഥാപിച്ചാണത്. മനസ്സിലായില്ലേ? അത്ര വലിയ വലിയ ആൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, മെഡിക്കൽ ഫീൽഡ് എല്ലാം അങ്ങനെ, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെ, ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് പ്രോഗ്രാം, ബാബു അക്കാഡമിക് റിസർച്ച് സെന്റർ വേൾഡ് ക്ലാസ്. ആരെ കമ്മി ഇതില്? അതിന്റെ ഒക്കെ ടോപ്പിലിരിക്കുന്ന ആളുകൾ നോക്കൂ. ഹോമി ബാബ, MGK മേനോൻ, അതേമാതിരി രാജാ രാമണ്ണ, അതേമാതിരി പലതും ധവാൻ, പ്രൊഫസർ ധവാൻ, സാരാഭായ്, അതേമാതിരി നമ്മുടെ ഡോക്ടർ അബ്ദുൽ കലാം, അങ്ങനെ എത്രയോ പേര് കേട്ട ആളുകളെ ഇരുന്ന ചെയറാണ് അതൊക്കെ. അപ്പൊ ഇന്ത്യ ഒരിക്കലും ഇപ്പൊ നമുക്ക് നമ്മുടെ ലോകത്തിലൂടെ വെല്ലുവിളിച്ചോണ്ടിരിക്കുക നമ്മുടെ സ്പേസ് പ്രോഗ്രാമിൽ. അപ്പൊ നമ്മൾ കമ്മിയാ? നമ്മുടെ ആളുകൾ അവിടെ പോയിട്ട് നാസയിലൊക്കെ നമ്മുടെ ആളുകളുണ്ട്. ഈ നമ്മുടെ അമേരിക്കയിലെ നാസയില് നമ്മുടെ എത്രയോ എഞ്ചിനീയേഴ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഇന്ത്യ ഡെവലപ്പ് ചെയ്യണം. പിന്നെ നമ്മളെ ക്രിയേറ്റിംഗ് എൻ എക്കോസിസ്റ്റം ഫോർ എ ഗ്ലോബലി കോമ്പറ്റേറ്റീവ് IT ഇൻഡസ്ട്രി, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്, പ്രൊമോഷൻ ഓഫ് ഇന്നോവേഷൻ, development IT sector, enhancing productivity and competitiveness, enabling delivery through e-governance, development of language technology, GIS based, അതായത് ഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം. അതെ, പിന്നെ അതുണ്ടപ്പോ പിന്നെ സെക്യൂരിറ്റി, സൈബർ സ്പേസ് അറിയാലോ, സോഷ്യൽ മീഡിയ, അതിനെ പറ്റിയിട്ടും. ഓക്കെ, നോ റീസെന്റ് ഇനിഷ്യേറ്റീവ് നമ്മുടെ ഡിജിറ്റൽ സ്മാർട്ട് സിറ്റീസ് നമ്മുടെ പല സ്റ്റേറ്റിലും വന്നിട്ടുണ്ട്. ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, എല്ലാം ഇന്റർനെറ്റില്, അതാണ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ്. പിന്നെ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഇനേബിൾഡ് ഗവേണൻസ്, വെബ് പ്രസൻസ്, വെബ് അടുത്തത് ഇന്ററാക്റ്റീവ് പ്രസൻസ്, ട്രാൻസാക്ഷണൽ പ്രസൻസ്, നമ്മുടെ ബാങ്കില് ട്രാൻസാക്ട് എല്ലാം ഡിജിറ്റൽ ഇതല്ലേ, കംപ്ലീറ്റ് ട്രാൻസ്ഫർ. പിന്നെ വെബ്, നമ്മുടെ ഇന്ററാക്റ്റീവ് പ്രസൻസ്, നെറ്റ്വർക്ക്, പാർട്ടിസിപ്പേഷൻ, പാർട്ടിസിപ്പേഷൻ. ഓക്കെ, ദെൻ ഗവേണൻസ് പ്രോഗ്രാം നമ്മുടെ എത്രയോ ഉണ്ട്. കിസാൻ, നീക്കോളൂ, നമ്മുടെ ഇന്ത്യ പല പ്രോഗ്രാമും നമ്മുടെ സ്റ്റേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. കിസാൻ കാൾ സെന്റർ, ഭൂമി പ്രൊജക്ട് ഇൻ കർണാടക, ഗ്യാൻദൂത് പ്രൊജക്ട് മധ്യപ്രദേശ്, ഫ്രണ്ട്സ് പ്രൊജക്ട് ഇൻ കേരള. ഇതൊക്കെ ഡിജിറ്റൽ, ഇത് നമ്മുടെ ടെക്നോളജി ICT ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഭൂമി പ്രൊജക്ട് കർണാടക, ഗ്യാൻദൂത് പ്രൊജക്ട് മധ്യപ്രദേശ്, ഫ്രണ്ട്സ് പ്രൊജക്ട് കേരള, ലോക് മിത്ര പ്രൊജക്ട് ഹിമാചൽ പ്രദേശ്, കാർഡ് പ്രൊജക്ട് ഇൻ ആന്ധ്രാപ്രദേശ്. ഇതെല്ലാം നമ്മുടെ ഡിജിറ്റൽ ടെക്നോളജി സോഫ്റ്റ്വെയർ ഇതിന്റെ കൂടി. അപ്പൊ ഡിസ്പൈറ്റ് ഇന്ത്യ ടേക്കിംഗ് സിഗ്നിഫിക്കന്റ് സ്റ്റെപ്സ് ടുവേർഡ്സ് സെക്യൂറിംഗ് കോമ്പറ്റൻസ് ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി, അതായത് നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജി ഇന്ത്യ വളരെ വലിയ പങ്കാണ് വഹിച്ചത് ലോകത്തില്. ഡിസ്പാരിറ്റി, പക്ഷേ ചില ഡിസ്പാരിറ്റി ഉണ്ട്. ആക്സസ് ടു ടെക്നോളജി, അങ്ങനെയൊക്കെ ചില നമ്മുടെ റൂറൽ ഏരിയയിൽ ഇതിനെപ്പറ്റി ചിലവർക്ക് പരിചയമില്ല. അപ്പോൾ അതിനെ ട്രെയിൻ ചെയ്യണം, ഹ്യൂമൻ ഫൈനാൻഷ്യൽ ഹെൽപ്പ് വേണം, ലിറ്ററസി കൊടുക്കണം, സ്കില്ല് കൊടുക്കണം. ഭാഷ, ഇവിടെ ഒരു ഭാഷ പറ്റിയിട്ട് സമയക്കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ പറയാണ്. കാരണം നമ്മുടെ ടെക്നോളജി മുഴുവൻ ഇംഗ്ലീഷാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മുടെ മെഡിസിൻ, എന്ത് വലിയ ടെക്നോളജിക്കൽ ഇത് എല്ലാം കംപ്ലീറ്റ് എഞ്ചിനീയറിംഗ് ഇതെല്ലാം ഇതാണ്. അപ്പൊ ലാംഗ്വേജ് ബാരിയർ ഉണ്ട്. 22 ഒഫീഷ്യൽ ലാംഗ്വേജ് ഉണ്ട്, പക്ഷെ ഇംഗ്ലീഷാണ് പഠിക്കുന്നത്. ബാക്ക് ആൻഡ് കമ്പ്യൂട്ടറൈസേഷൻ അത്യാവശ്യമാണ്. അങ്ങനെ ബ്യൂറോക്രാറ്റിക് കമ്മിറ്റ്മെന്റ് ഒക്കെ വേണം. പിന്നെ ജനങ്ങളെ മാറാൻ വേണ്ടിയിട്ട് സന്നദ്ധത പ്രകടിപ്പിക്കണം. അതായത് ജനങ്ങളെ, പിന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഇലക്ട്രോണിക്സ് സ്ഥാപിച്ചിട്ടുണ്ട്. അതെല്ലാം ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഇംപ്ലിമെന്റേഷന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ന്യൂഡൽഹിയിലാണ് അതിന്റെ ഓഫീസ്. ഇലക്ട്രോണിക് നികേതൻ എന്നാണ് പേര്. ലോധി എസ്റ്റേറ്റിലാണ്, ഡൽഹിയിലെ. അപ്പൊ അതാണ് ഇലക്ട്രോണിക്സിന്റെ വളരെ വലിയ ഇമ്പ്രൂവ്മെന്റ്. നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഇമ്പ്രൂവ്മെന്റ്. നാഷണൽ ഇൻഫർമാറ്റിക്സ് സെന്റർ ഡൽഹിയിലാണ്. അത് അവര് ലോട്ട് ഓഫ് കോൺട്രിബ്യൂഷൻ. അണ്ടർഗ്രൗണ്ട് റെയിൽവേ സിസ്റ്റം, റിസർവേഷൻ, നമ്മുടെ ഇന്ത്യയുടെ റെയിൽവേയിൽ മുഴുവൻ അവരാണ് കംപ്ലീറ്റ്. നമ്മുടെ വോട്ടർ ഇലക്ഷൻ, ഇതിപ്പോ ഇന്ന് നടക്കുന്ന പ്രസിഡന്റ് ഇലക്ഷൻ, ഇതിന്റെ ഒക്കെ അവരാണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, the conclusion, the impact of information technology on governance,
വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ്. ന്യൂ വേ ആണ് ഗവൺമെന്റിന്റെ ഇത്. ടൂൾസ്, കപ്പാസിറ്റി ടു ഗ്രേറ്റർ ഇൻവോൾവ്മെന്റ് ഓഫ് സിറ്റിസൺ. ജനങ്ങളെ ഇതിലെല്ലാം പങ്കെടുക്കുന്നു. അങ്ങനെ നമ്മൾ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് നമ്മുടെ ബ്യൂറോക്രാറ്റിക് ആക്സെപ്റ്റബിലിറ്റി ടു റെഡ്യൂസ് ദ ഡിജിറ്റൽ ഡിവൈഡ്. ഓക്കെ, അതാണ് വളരെ പ്രയോജനപ്പെട്ട ചില കാര്യങ്ങൾ. താങ്ക് യു വെരി മച്ച്. ഓക്കെ, സോറി മാഡം.